ദൈവത്തിന്റെ അതിപരിശുദ്ധനാമോ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗ്ഗത്തിലെ കർത്താവ് നമുക്കായി തന്ന അമികാലരിയ ഇന്ന് അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഈ പകലിനെ ഓർത്ത് അമിയോട് ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. കർത്താവ് ഇന്നൊരു നല്ല പകലിനെ അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. കാര്യം കർത്താവിന് നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചു എന്നാൽ തിരിച്ചറിയുന്ന രീതിയിലാണ് ഇന്നത്തെ ആരാധന നടന്നത്. ഇന്ന് ആരാധന നടക്കാൻ പ്രതികൂലമായിരുന്നു. ഞാൻ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, സ്തോത്രം, എനിക്ക് പ്രതികൂലമായി വരുന്നത് അന്യജാതിക്കാരാണ്. എനിക്ക് പ്രതികൂലമായി വരുന്നത് നിങ്ങൾ അത് ഇന്നലെയായിരിക്കും എനിക്ക് തോന്നുന്നു ദൈവമൊക്കെ അത് മനസ്സിലാക്കിയാണ്. എനിക്ക് പ്രതികൂലമായിട്ട് വരുന്നത് ദൈവസഭകൾ. കാര്യം ജീവിക്കാത്ത ദൈവസഭ, ജീവിക്കുന്ന ദൈവസഭയല്ല, ജീവിക്കാത്ത ദൈവസഭ. അത് നിശ്ചയമായി അമികാലയ പ്രതികൂലമായിട്ട് വരുന്നത് അതാ, സ്തോത്രം. അത് കാര്യം വേറൊന്നുമല്ല. യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ കർത്താവിനെ എതിർത്തതുമല്ല, കർത്താവിനെ ശിക്ഷിച്ചതുമല്ല, കർത്താവിനെ ക്രൂശിച്ചതുമല്ല. കർത്താവിന്റെ ആദ്യം ദേവാലയത്തിൽ ആരാധന നടത്തി, ദേവാലയത്തിൽ ചെന്ന് ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങി. ദൈവം സൗഖ്യമാക്കുന്നതും വിടുതൽ കണ്ടതും അത്ഭുതങ്ങൾ ചെയ്യുന്നതും കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷം തോന്നി. ഞങ്ങളുടെ ഇടയിൽ ഒരാൾ വന്നു, ഞങ്ങളെ സൗഖ്യമാക്കുന്നു, ഞങ്ങളെ അത്ഭുതങ്ങൾ വിടിയിക്കുന്നു, പ്രവചനിക്കുന്നു, രോഗസൗഖ്യം ചെയ്യുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ വചനം വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഇതല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണാത്മാവോട് വേർവിട്ട് നീ ജീവിച്ചേ പറ്റുമെന്ന് കൊണ്ട് പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ പാവങ്ങളെ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഈ യേശുവിന്റെ നാമത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? നശിപ്പിക്കണമെന്ന് ചിന്തിച്ചു, തകർക്കണമെന്ന് ചിന്തിച്ചു. സ്തോത്രം. അവര് ഒന്നിച്ചുകൂടി. അന്യ ആൾക്കാരൊന്നും അല്ല ഒന്നിച്ചുകൂടിയത്. യഹൂദന്മാര്, ശാസ്ത്രിമാർ, പണ്ഡിതന്മാർ, മഹാപുരോഹിതന്മാർ വാക്കിൽ കൊടുക്കാൻ നോക്കി, പ്രവൃത്തി കൊടുക്കാൻ നോക്കി. എങ്ങനെയെങ്കിലും ആരെ നശിപ്പിക്കണം? കർത്താവായ യേശുവിനെ തന്നെ നശിപ്പിക്കണമെന്ന് ചിന്തിച്ചു. സ്തോത്രം. അത് തന്നെ ദൈവവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുമ്പോൾ അത് പ്രസംഗത്തിൽ മാത്രമല്ല, അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? എതിർപ്പുണ്ടാവും, പ്രതികൂലങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. അവിടെ എന്ത് ചെയ്യല്ലേ? പതറിപ്പോലെ. കാര്യം എന്തുവാ? നമ്മളെ പണിതിരിക്കുന്ന ആരാ? കർത്താവ് പണിത കാലത്തോളം ഈ പണിയെ തകർക്കാൻ പറ്റുമോ? ഒരു ശക്തിക്ക് തകർക്കാൻ പറ്റത്തില്ല എന്ന് കേട്ട ദൈവത്തിന്റെ വചനം അത് തന്നെ. ദൈവത്തിൽ വിശ്വസിച്ചിറങ്ങി ദൈവത്താൽ ബലപ്പെട്ട് ദൈവത്താൽ നിൽക്കുന്ന ഒരു ദൈവമല്ലേ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ സ്തോത്രം ആദ്യം നമ്മുടെ സഭയുടെ പേരിലും നമ്മള് സ്തോത്രം സഭ ദൈവമക്കളുടെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. ഈ ഭവനം നമുക്കായി ഒരുക്കി തന്ന സ്തോത്രം ജോൺ തോമസ് എന്ന് പറയുന്ന കൊച്ചുവച്ചാനും അമ്മയും ഷേർലി മാമയ്ക്കും നന്ദി പറയുന്നു. അവരുടെ മക്കൾക്ക് നന്ദി പറയുന്നു, മരുമക്കൾക്ക് നന്ദി പറയുന്നു, കൊച്ചുമക്കൾക്ക് നന്ദി പറയുന്നു. കാര്യം അവരെ കാണിച്ച തീക്ഷ്ണത വലുതാണ്. അവര് മറ്റൊന്നുമല്ല കുട്ടിയത്. അവര് നോക്കിയപ്പം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവജനത്തിന് ആരാധിക്കാൻ സ്ഥലമില്ല. എങ്കിൽ ഞങ്ങൾ പോവുക, 6 മാസത്തേക്ക് ഞങ്ങളില്ല. ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഭവനം ആരാധനയ്ക്കായി തുറന്നു തരുക. കാര്യം ആരാധനയ്ക്കായി തുറന്നു തന്നാൽ ഞങ്ങളുടെ ഭവനത്തിന് അത് അനുഗ്രഹമാണ്. കാര്യം ഞങ്ങൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും. അപ്പോൾ ഈ സഭയിൽ ദൈവമക്കളെ അവർ കണ്ട് അവരെ തീക്ഷ്ണതയോട് അവരെ തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ അവർ മാനസികമായി ഒരുപാട് ടോർച്ചർ അനുഭവിച്ചു. അവർ സഭയിൽ നിന്ന് ഒരുപാട് പ്രതികൂലം അനുഭവിച്ചു. പക്ഷേ അവർ ദൈവസഭയിൽ എടുത്ത തീരുമാനത്തിനോ വാക്കിനോ അവരെന്തില്ല, മാറിയില്ല. ഞാൻ ചോദിച്ചപ്പോഴും അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാനൊരു കാര്യം ചെയ്യുന്നോട്ടെ. ഒരു ദൈവവൈദ്യന് വേണ്ട ഏറ്റവും മുഖ്യ കാര്യമാണ്. ഞാൻ എന്ന് സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്ന വിഷയമാണ്. അച്ഛൻ എന്നോട് പറയുക, ഞാനൊരു കാര്യം ചെയ്യുന്നോട്ടെ, എടുത്തിയായി ചെയ്യത്തില്ല, ഞാൻ പ്രാർത്ഥിക്കും, ദൈവത്തോട് ചോദിക്കും. ദൈവം എന്നോട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തിരിക്കും. അതിനകത്ത് എനിക്ക് നഷ്ടം വന്നാലോ, അതിനകത്ത് എനിക്ക് ഭാരം വന്നാലോ, അതിനകത്ത് എനിക്ക് നന്മ വന്നാലോ എനിക്ക് വിഷയമില്ല. കാര്യം എന്തുവാ? ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടാ ചെയ്തത്. അപ്പൊ എന്നോട് ഇന്നലെ പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയെ ദൈവത്തോട് ചോദിച്ചിരിക്കുന്നു. അതിനകത്ത് നഷ്ടമോ ലാഭമോ വന്നാൽ ഞാനും എന്റെ മക്കളും മരുമക്കളും അനുഭവിക്കാൻ തയ്യാറാണ്. ഒരു കുഴപ്പമില്ല. അതിനകത്ത് പാസ്റ്ററോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിക്കുന്നു. ഇന്നലെ രാത്രിയോടെ ചില നിമിഷം വരെ ഇത് നടക്കത്തില്ല എന്ന് ചിന്തിച്ചത് അടുത്ത് ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയുള്ള പ്രാർത്ഥന ആര് കേൾക്കുന്നുണ്ട്? ദൈവം കേൾക്കുന്നുണ്ട്. അപ്പൊ ദൈവം പണിയാൻ നിന്ന് കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അടയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. സ്തോത്രം. ഞാൻ പറഞ്ഞു സ്തോത്രം, എന്റെ ഒരു
അടുത്ത സുഹൃത്ത് സ്തോത്രം പ്രസന്ധിയായി നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു, എന്തോ പ്രശ്നം എന്തുവാ എന്ന് വിളിച്ചപ്പോൾ സ്തോത്രം എന്റെ സംസാരത്തിനകത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ എന്തുവാ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം ഇതുപോലെ ഒരു സഭ സ്തോത്രം നമ്മളെ പ്രാർത്ഥന നടത്തത്തില്ല. പുള്ളി പറഞ്ഞ അതിനെന്താ നടത്തുന്നത് എന്തുവാ സ്തോത്രം, അവരവിടെ ഇല്ലല്ലോ, അവർക്ക് എന്തിനെന്താ, അവർ തന്ന ഭയങ്കര മനസ്സാണ്, അവർ കാണിച്ച വലിയ മനസ്സാണ്, എന്തിന് ആ സഭ അവർക്കെതിരെ എതിരുന്നു. അപ്പോഴേ സ്തോത്രം ഞാൻ പറഞ്ഞ എനിക്ക് അറിയത്തില്ല, അവർ പറഞ്ഞേക്കുന്നത് ഇവിടെ പുതിയ സഭ വരാൻ പാടില്ല, അവരാണ് തീരുമാനിക്കുന്നത്. പുതിയ സഭ ദൈവമല്ലേ തീരുമാനിക്കുന്ന സഭ ഉണ്ടാക്കണമോ നിലനിർത്തണമോ കൊണ്ടുപോകണമോ എന്നെല്ലാം ആരാ തീരുമാനിക്കുന്നത്? കർത്താവാണ് തീരുമാനിക്കുന്നത്. അതിനെ അവർക്ക് തടയാൻ പറ്റുമോ? ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ പറ്റുമോ? മനുഷ്യന്റെ പദ്ധതിയെ തടയാൻ പറ്റും, പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ പറ്റുമോ? അപ്പോഴേ ഞാൻ ആ സഭനോട് പറഞ്ഞപ്പോൾ സഭനെ പറഞ്ഞ് അവരുടെ സഭയുടെ ഫ്രണ്ടില് ഒരു വസ്തു നമുക്ക് കിടപ്പുണ്ട്, അതിനകത്ത് ടെന്റ് അടിക്കുമ്പോൾ ആരാധന നടത്താം. അത്രയ്ക്ക് തടയുന്നെങ്കിൽ നമുക്കൊന്ന് കാണണം. അതിന്റെ ഫ്രണ്ടില് ഞങ്ങളൊരു വസ്തു കിടപ്പുണ്ട്, അതിനകത്ത് ഷെഡ് അടിക്കാൻ തയ്യാറാണോ? ഷെഡ് അടിച്ച് അതിനകത്ത് ആരാധിക്കണം. ഞാൻ എപ്പോൾ അത്രയും മനസ്സ് പുറത്ത് വേറെ സഭ, അതും വേറെ സഭയ്ക്കകത്ത് പോകുന്ന ഒരു സഹോദരൻ പറഞ്ഞാൽ അത് തെറ്റായ കാര്യമാണ്. പ്രൈസലോ, ഞങ്ങൾ കമ്മിറ്റിയിലുള്ളതാ, ഞങ്ങളുടെ സഭയ്ക്കകത്ത് കമ്മിറ്റി ഉള്ളതാ. ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും തടയത്തില്ല. കാര്യം ദൈവത്തെ ആരാധിക്കാനാണ്. കാര്യം അവര് വേറെ ഒന്നുമല്ല, അവരവരുടെ സഭയെ അവരുടെ ദൈവമക്കളെ കൊണ്ടുവന്ന് ആരാധിക്കുന്നു. അതിനകത്ത് പറയാനെന്താണ്? സ്തോത്രം. അപ്പോഴേ ഞാൻ സ്തോത്രം ദൈവനാമത്തെ ഒന്നുകൂടി നന്ദി അറിയിക്കുക. ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല, അതൊന്നും നമ്മുടെ വിഷയമല്ല. സ്തോത്രം, കാര്യം നമുക്ക് പറയേണ്ട കാര്യം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ദൈവനാമത്തെ നന്ദി അറിയിക്കുക. ഈ ഭവനം ഒരുക്കിയ കുടുംബത്തെ കർത്താവ് നിശ്ചയമായി അനുഗ്രഹിക്കണം. നമ്മുടെ ഓരോരുത്തരെയും കുടുംബ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ നമുക്ക് പ്രാർത്ഥിക്കണം. ഈ കുടുംബവും തലമുറ എന്ത് ചെയ്യണം? അനുഗ്രഹം ഉണ്ടാവണം. അത് മറ്റുള്ള ഞാൻ ഇന്നലെ ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യങ്ങളും പ്രാർത്ഥിച്ചു. എന്താ പറയാമോ? ഈ ഏരിയയിൽ അമേരിക്കയിലും ലണ്ടനിലും കാനഡയിലെല്ലാം പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്, കൂട്ടിയിട്ടേക്ക് അവർ തുറന്നു കൊടുക്കണം. ഇതേപോലെ അനേക ദേവദാസന്മാർക്ക് ആരാധന. എന്റെ വീടും ഇങ്ങനെ ഇത് ഒരു മാതൃകയായി തീരണം, ഇതൊരു മാതൃകയായി തീരണം, ഇത് തുടങ്ങണം. ഇത് ആരൊക്കെ എതിർക്കുന്നു അവരുടെ മധ്യയിലെല്ലാം എന്ത് ചെയ്യണം? ആ വീടുകളെല്ലാം തുറന്നു കൊടുക്കണം. ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾ തുറന്നു കൊടുക്കണം. ഞങ്ങളുടെ വീട് കൂട്ടി കിടക്കണ്ട. ഞങ്ങളുടെ വീട് ആ ദേവദാസന്മാര് കുടുംബങ്ങൾ വന്ന് അങ്ങനെ അനേക ദേവദാസന്മാര് ഈ ദേശത്തും ഈ പട്ടണത്തിനകത്തും ഈ കൊല്ലം ജില്ലക്കകത്തും ആരാധന ശാഖയിലെത്തും. ഇനി സ്ഥലം ഇഷ്ടം പോലെ കിടക്കുക, കൊട്ടാരം പോലെ വീട് വെച്ചേക്കോ, കൂട്ടിയിട്ടേക്കോ. ഇന്ന് ഇത് ഞാൻ എന്നു മുതൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു ദേവദാസന്മാർക്ക് ഹോളില്ലെങ്കിൽ അവർ തുറന്നു കൊടുക്കണം. നിങ്ങൾ ഈ ഹോള് പണിയേ വേണ്ട, ഞങ്ങളുടെ വീട്ടിൽ ആരാധിച്ചു. ഞങ്ങൾ ലീവിന് വരുന്നത് 30 ദിവസം അത് ഞങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി, അതേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ആരാധിച്ചു എന്ന് പറഞ്ഞ് തുറന്നു കൊടുക്കാൻ ചങ്കൂറ്റമുള്ള ദൈവമക്കളെ എഴുതപ്പെട്ടത്. കർത്താവിന്റെ നാമം അവിടെ ഉയർത്തപ്പെടുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. അല്ലാതെ കർത്താവിന്റെ നാമത്തെ ഭീരുത്വമായിട്ട് അറിയിക്കാനല്ല, കർത്താവിന്റെ നാമത്തെ അറിഞ്ഞുകൊണ്ടെല്ലാം ധൈര്യം പ്രാപിക്കും. ഭീരുത്വമാകുന്ന കർത്താവ് പറയും. ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ധൈര്യം ഉണ്ടാവും. കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, എന്നെ കർത്താവിനെ വിളിച്ച് വേർതിരിച്ചപ്പോ സ്തോത്രം എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. എന്നെ വിളിച്ചത് രക്തസാക്ഷിയാവുന്ന കർത്താവ് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ അത് ആരായിരിക്കും? എനിക്ക് നല്ലോണം അറിയാം ഇവന്മാർ എന്നാണ്. സ്തോത്രം. ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തെ വെള്ളമെല്ലാം ഇട്ട് വെള്ളമെല്ലാം തേച്ച് ഭയങ്കര രീതിയിൽ നടന്നിട്ട് ദൈവനാമം എല്ലാം അങ്ങോട്ട് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ജീവിതമില്ലാത്തവന്മാർക്ക് നമ്മളങ്ങോട്ട് കുത്തി പറയുമ്പോ നമ്മളങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുക്കുമ്പോ നീ പ്രസംഗിച്ച പ്രസംഗം അങ്ങനെയല്ല, പ്രസംഗം ഇങ്ങനെയാണ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അവര് നമ്മളെ വെട്ടിക്കൊടുക്കും. ഇല്ലയോ? ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവേ, ഓക്കെ, നല്ല കാര്യം. സ്തോത്രം. ജാതികളെ നോക്കിക്കുന്നില്ല, ജാതികളെ തിരിച്ചു കൊടുക്കും. കാര്യമുണ്ടോ? ദൈവസഭയെ മുടിപ്പിക്കുന്ന ജാതികൾക്കുള്ള ഭയം ഇല്ല, ഭയമില്ല. സ്തോത്രം. ഈ ദേശത്ത് തന്നെ എനിക്കറിയാവുന്ന ഒരുപാട് ഭവനമുണ്ട്. സമുദായ ഭവനത്തിന്റെ മേടി വരെ ആരാധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവർ സമുദായത്തിലെ പോലെ പള്ളിയിലെ പോലെ അവർ ആരാധിക്കാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർക്കറിയാം ഈ ആരാധനയുടെ മഹത്വം ഉണ്ടാകും. ആരാധന എന്തെന്നറിയാം. ഇത് ചുമ്മാ കളിയല്ലെന്നറിയാം. ഇത് ആർക്കുള്ളതാണെന്ന് അറിയാം. രണ്ടുപേര് എവിടെ കൂടുന്നു അവിടെ ആരിറങ്ങി വരും? കർത്താവ് ഇറങ്ങി വരും. എന്റെ ഭവനത്തിനകത്ത് കർത്താവ് വരുന്ന അനുഗ്രഹമല്ലയോ? എന്റെ ഭവനത്തിനകത്ത് പിശാച് വരുന്നതാണോ എനിക്ക് അനുഗ്രഹം? അല്ലെ ലോക മനുഷ്യൻ വന്ന് സംസാരിക്കുന്നതാണോ അനുഗ്രഹം? ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവത്തിന്റെ പുരുഷൻ ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പുരുഷനോടൊപ്പം ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ദൂതുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. ആ ദൈവത്തിന്റെ ദൂതന്മാർ അങ്ങോട്ട് കൂടുമ്പോ ആത്മാവിന്റെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തെ സന്തോഷിപ്പിക്കുമ്പോ അവിടെ കർത്താവ്
ദൈവത്തെ അറിഞ്ഞവനെ പറയാൻ പറ്റും. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിനകത്ത് ശക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എന്റെ കാര്യം പറയുവാൻ, എന്റെ നാമത്തെ പറയുവാൻ, നിങ്ങൾ എന്റെ നാമത്തെ അറിയാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകി. അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിനു മുമ്പേ നിങ്ങളെ ഞാൻ പേർ ചൊല്ലി വിളിച്ചു. കർത്താവിനെ അറിയാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഭാഗ്യം നൽകി. പക്ഷെ എന്റെ നാമത്തെ അറിഞ്ഞിട്ട് എന്റെ നാമം വെളിയിൽ പറയാൻ ലജ്ജിക്കരുത്. എവിടെയും ഞാൻ ദൈവവേദന എന്ന് പറയാൻ ചെയ്യല്ലേ, ലജ്ജിക്കരുത്. ദൈവവേദന എന്ന് പറയുമ്പോൾ എന്തുണ്ടാവണം? ദൈവം പറയുന്ന പ്രകാരം ജീവിക്കണം. ജീവിക്കുന്നവനെ ദൈവം പൈതലിന് വിളിക്കുന്നത്, ദൈവം പൈതലിന് വിളിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. അനുഗ്രഹം എന്ന് പറയുന്നത്, നീ അനുഗ്രഹപ്പെട്ടു, നീ വിശുദ്ധിയിൽ തന്നെ നിന്നത്, നീ ദൈവത്തിന് വേണ്ടിയാണ് നിന്നത്. അതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഒന്ന്, നമ്മൾ ദൈവത്തിന്റെ പ്രമാണം വിട്ട് വലത്തും ഇടത്തും പോകാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ വിശുദ്ധിയിൽ തന്നെ പോയിരിക്കുന്നത്, നമ്മൾ വലിയ അനുഗ്രഹത്തിലും കൂടെ പോയിരിക്കുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ തലമുറ ദൈവത്തെ അറിയുന്നത്. നമ്മുടെ തലമുറ ദൈവത്തെ അറിയുമ്പോൾ നമ്മൾ ഓർക്കണം എന്തുവാ, നമ്മുടെ റൂട്ട് കറക്റ്റാ. നമ്മുടെ റൂട്ട് കറക്റ്റായിട്ട് പോയെന്നുകൊണ്ടാണ് അറിയുന്നത് തലമുറ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം കൺവെൻഷനും പരസ്യവും എല്ലാം കൊണ്ട് പോയി പ്രസംഗിച്ചാൽ പോരാ. ഇതെല്ലാം എന്ത് ചെയ്യണം? ജീവിതത്തിൽ കൊണ്ടുവരണം. ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആരനുഗ്രഹപ്പെടുന്നത്? നമ്മൾ അനുഗ്രഹപ്പെടുന്നു, ദൈവമക്കൾ അനുഗ്രഹപ്പെടുന്നു. നമുക്കെല്ലാം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയുന്നതല്ല വിഷയം. എന്ത് ചെയ്യണം? ജീവിതത്തിൽ കൊണ്ടുവരണം. അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിച്ചാലേ ആരനുഗ്രഹിക്കുന്നുള്ളൂ? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈ സ്തോത്രം കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിനാൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ സഭ എല്ലാം ദൈവത്താൽ അനുഗ്രഹപ്പെട്ട സഭയ്ക്ക് എല്ലാം എന്തുണ്ടായിരുന്നു? എതിർപ്പുകളുണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ പ്രയാസത്തിന്റെ മധ്യയിലെല്ലാം വിശുദ്ധി വേർപാടോടും ഉറച്ചു നിന്ന് ദൈവജനത്തെ ആരനുഗ്രഹിച്ചിട്ടുണ്ട്? സ്തോത്രം. ഞാൻ ഓർക്കുക, ഈ ബഥേൽ വർഷിപ്പ് സെന്റർ എന്ന് പറയുന്ന സഭ ആദ്യം ആരംഭിച്ചത് തൃക്കണമത്ത് ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അവിടെ ഒന്ന് ആരംഭിച്ചു, അടുത്ത ഭവനത്തിനകത്ത് ആരംഭിച്ചു, അത് കഴിഞ്ഞ് കൊട്ടാരക്കര പട്ടണത്തിനകത്ത് കൊണ്ടുപോകും. കൊച്ചു റൂം തന്നു, അതിനകത്ത് നമ്മൾ വിശ്വസ്തത പകർത്തി പുലർത്തിയപ്പോൾ വലിയ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. 12 വർഷക്കാലം അവിടെ പോയി. എങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദേശത്തിനെ കുറിച്ച് ഇവിടെ വരാനും പദ്ധതിയുണ്ട്. സ്തോത്രം. ഇന്ന് സ്തോത്രം ദൈവമക്കളെ ഞാൻ കൊണ്ടുവന്ന ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി. ചർച്ചിൽ ചെല്ലുന്നതിനായിട്ട് എളുപ്പമില്ല. സ്തോത്രം. ചർച്ചിൽ പോയതിനായിട്ട് എളുപ്പമുള്ള സ്തോത്രം. തിരക്കുകളില്ല, പ്രയാസമില്ല. ബസ്സിൽ ഇറങ്ങി നമ്മൾ പെട്ടെന്ന് പോകും. പൈസ നമുക്ക് കർത്താവ് പറഞ്ഞിരിക്കുന്ന ദൂത് കഴിഞ്ഞ അങ്ങേ ആഴ്ച ദൈവം പറഞ്ഞ ദൂത് എന്തുവാ? ബസ് വരെ വിട്ട് ആളുകൾ ഓരോ വീട്ടിലേക്കും ബസ് വരെ വിടും. അപ്പോൾ സഭ എത്തി അത്രയ്ക്ക് ആര് വളർത്തുന്നതാണ്. സ്തോത്രം. അപ്പോഴേ ഒരു ഞാനൂര് വന്നിട്ട് ഈ സ്തോത്രത്തില് പഴയ ആൾക്കാർ പറയുന്നത് പോലെ പുളവൻ കഴിച്ച അത്താഴം മുടങ്ങും, പുളവൻ ചത്ത ചത്തുപോകും. ഒരു നേരം പാട്ടിൽ ഇരുന്നാണ് പുളവൻ ചത്ത് കഴിച്ച വിഷമവും. അതേപോലെ ഞാനൂര് വന്ന് തല പൊക്കിയ വല്ല വിഷയമാണ്. ഞാനൂര് തല പൊക്കിയാൽ ഞാനൂരിന്റെ തലമുറ മുതലെത്തിയും കണക്ക് പറയേണ്ടത് ആരോട്? ദൈവത്തോട് കണക്ക് പറയേണ്ടത്. ഇന്ന് തന്നെ ഞാനൂരിന്റെ തലമുറകൾ പലരും കിഴക്കോട്ട് വടക്കോട്ടാണ് പോയിരിക്കുന്നത്. കിഴക്കോട്ട് വടക്കോട്ട് പോയിരിക്കുക. ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന തലമുറ. അപ്പോഴെന്തുമായിരുന്നു? നിശ്ചയമായി ആ തലമുറയെ കൊണ്ട് എന്ത് ചെയ്യും? കാര്യം എന്തുവാ? ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവത്തിന്റെ നാമോ പറയുന്നെങ്കിലും ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല, ദൈവത്തെ ഭയമില്ല. ഇവരുടെ ചിന്ത ഇവരുടെ പോക്കറ്റിലാണ് യേശുവിന്റെ ഇരിക്കുന്നത്. യേശുവിന്റെ ഇരിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ ഇവരുടെ പോക്കറ്റിൽ ഇരിക്കുന്നതെന്നാണ് ഇവരുടെ ചിന്ത. ഇന്ന് പ്രിയ മക്കളെ ഒരു കാര്യം ചിന്തിച്ചോണം, യേശുവിന്റെ പോക്കറ്റിൽ തന്നെ ഇരിക്കുന്നത്. ദൈവമക്കൾ ഓർത്തോണം, യേശുവിന്റെ എന്റെ പോക്കറ്റിലല്ല ഇരിക്കുന്നത്, യേശുവിന്റെ പോക്കറ്റിൽ ആരിയിരിക്കുന്നത്? ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ആരെ ഭയപ്പെടണം? പോക്കറ്റുള്ള ആളെ ഭയപ്പെടണം. അധികാരമുള്ളവനെ ഭയപ്പെടണം, ശക്തിയെ ഭയപ്പെടണം. ഭയപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹവും മഹത്വവും ആർക്ക് പ്രാപിക്കാൻ പറ്റൂ? ദൈവമക്കളായ നമുക്ക് പ്രാപിക്കുവാൻ പറ്റുള്ളൂ. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ആലോചനകൾ, ദൂതുകൾ. ദൈവം ഒരു നന്മ തരും എന്ന് പറഞ്ഞാൽ നന്മ തരും. പൊന്നുന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ സാക്ഷ്യമാണ്. ദൈവം നന്മ തരും എന്ന് പറഞ്ഞാൽ ഒരു വാതിൽ അടഞ്ഞാൽ അടുത്ത വാതിൽ തുറക്കും. അത് തന്നെ ആ സ്ഥലത്തേക്ക്, ദേശത്തേക്ക് ആര് തുറക്കും? ദൈവം തുറക്കും. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ദൂതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായി പറയുന്നത്, പ്രവചനങ്ങൾക്ക് കാത്തിരിക്കുന്ന, പ്രവചനം കേട്ട ദൈവമക്കളെ നീ ശക്തിപ്പെട്ടോണം. ആ പ്രവചനത്തെ ഇന്ന് പകൽ ഒന്നുകൂടെ മുറുകി പിടിച്ച് പാർട്ടിയെ ആ പ്രവചനങ്ങളുടെ കുടുംബത്തിനകത്ത് നിവർത്തിയാവാൻ പോവുക. ആ പ്രവചനങ്ങളുടെ സഭയ്ക്കകത്ത് നിവർത്തിയാവാൻ പോവുക. ആ പ്രവചനത്തെ എല്ലാ അന്ധകാരങ്ങളും
ഞാൻ പിന്നെ ഈ ഞാനൂല് കണ്ട് പേടിക്കണം? എന്റെ മരണം എനിക്കറിയാം. ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതാ. കാര്യം എന്തുവാ? പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കണം. ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ജീവൻ കൊടുക്കണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം നോർത്ത് ഇന്ത്യയിൽ പോയി, സ്തോത്രം, അവിടെ ബോംബ് പൊട്ടി, ഇവിടെ ബോംബ് പൊട്ടി എന്ന് പറഞ്ഞപ്പോ 2 ദിവസം കഴിഞ്ഞ് അവൻ കയറേണ്ടത്. അവരോട് പറഞ്ഞു എനിക്ക് പേടിയാണ്. അവിടെ ഇവിടെ ബോംബ് പൊട്ടി, ഇനി എല്ലാവരും പോയി, ഞാൻ ഒറ്റയ്ക്കായി, ബാക്കിയുള്ളവരെല്ലാം ഓടിക്കളഞ്ഞു, ഞാൻ ഒറ്റയ്ക്കായി, ഇനി എനിക്ക് കയറി വരണം. സ്തോത്രം. ഞാൻ പറഞ്ഞു 4 ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യും, കയറി വരാം. സ്തോത്രം. ഞാൻ പറഞ്ഞു നിന്നെ 3 പേരെ വളർത്തുന്ന എന്തിനു വേണ്ടിയാ? കർത്താവിന് വേണ്ടി മരിക്കാൻ. സ്തോത്രം. അവൻ പോയിരിക്കുന്ന എവിടാ? സുശേഷത്തിലേക്കാണ് പോയിരിക്കുന്നത്. നോർത്ത് ഇന്ത്യ സുശേഷത്തിലേക്ക് പോയി. സ്തോത്രം. സുനിത അവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവിടെ അവന് മനുഷ്യരില്ലയോ? അവിടെ മനുഷ്യരില്ലയോ? അവിടെ സഭയില്ലയോ? അവിടെ ദൈവമക്കളില്ലയോ? അവിടെ നിവാസമില്ലയോ? നിന്നെ അയച്ചിരിക്കുന്നത് അങ്ങോട്ടല്ലയോ? ഞാനിത് തന്നെ പറയുന്നു. അവരൊന്നെ പറഞ്ഞു, എല്ലാവരും അപ്പനും അമ്മയും പറയാം, മോനെ കേറിവാ എന്ന് പറഞ്ഞു. നിങ്ങൾ പറയാം അവിടെ നിൽക്കും, അവിടെ നിൽക്കുന്നു. ഞാൻ അതിനെ പറയുന്നുള്ളൂ. അവരുടെ അപ്പന്മാരെ അമ്മമാരെ പോലല്ല ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന 3 പേരെ വളർത്താൻ വന്ന ദൈവമാണ്. ഈ 3 കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെയാ, എന്റെ അല്ല. ദൈവം തന്നതാ, ദൈവത്തിന്റെയാ. അപ്പോഴാർക്ക് വേണ്ടിയുള്ളതാ? ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളതാ. ഞാൻ 3 കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കണ്ടു വളർന്നോണം, ഇതെല്ലാം കണ്ടു പഠിച്ചോണം, ആരാ എന്താ എന്ന് മനസ്സിലാക്കണം. പെന്തിക്കോസ് എന്ന് പറഞ്ഞ എല്ലാം പെന്തിക്കോസുകാരനല്ല, എല്ലാം വെള്ളയിടുന്നത് പറഞ്ഞ പെന്തിക്കോസുകാരനല്ല, എല്ലാം സ്ഥാനപ്പെട്ടെന്ന് പറഞ്ഞ പെന്തിക്കോസുകാരനാവത്തില്ല. പെന്തിക്കോസിന്റെ വചനപ്രകാരം ജീവിക്കണം, ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കണം. ജീവിക്കുന്നോ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പെന്തിക്കോസുകാരനാവത്തുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളിയല്ല, ചില പാടുള്ള കാര്യമാണ്. അത് ജീവിക്കണം. സ്തോത്രം. ജീവിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ റൂട്ട് വേറെ, ആ റൂട്ടിനകത്ത് മറ്റുള്ള സമയവും മറ്റുള്ളതിനെ ഒന്നും ഞാൻ ചെയ്തില്ല, കൂട്ടിച്ചേർക്കുന്നില്ല. എനിക്ക് തന്നിരിക്കുന്ന കാഴ്ചപ്പാട് പ്രകാരം എന്റെ കൂടെ വരുന്ന ദൈവജനത്തെ എന്റെ കൂടെ പുറപ്പായി കൊണ്ടു നടക്കും. അതാണ് എന്റെ റൂട്ട്. കർത്താവ് എന്ത് പറയുന്നത് അത് ചെയ്യുക. അല്ലാതെ മനുഷ്യ ബുദ്ധിക്കോ മനുഷ്യ ചിന്തകൾക്കോ അല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാ? ആത്മീയ കാര്യത്തിന് വേണ്ടി. ആത്മീയ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ദൈവം എന്ത് പറഞ്ഞാലും അത് ചെയ്യും. ഞാൻ 3 കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്, ഭീരുത്വം, ഭയം മാറ്റിക്കോണം, ധൈര്യപ്പെട്ടോണം, ബലപ്പെട്ടോണം. കാര്യം നാളെ എനിക്കൊരു കാര്യം സംഭവിച്ചാൽ ബാക്കി കൊണ്ടുപോകണം നിങ്ങൾ അത് പൂരിപ്പിക്കേണ്ടത്. ബാക്കി എന്തുകൊണ്ട് ഇന്ന പാസ്റ്റർ പൂരിപ്പിച്ചില്ല? ബാക്കി പൂരിപ്പിക്കേണ്ട 3 തന്നേക്കുന്നത് പൂരിപ്പിച്ചോണം. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂരിപ്പിക്കണം നിങ്ങളുടെ ഭയപ്പെട്ടിരുന്നാൽ ഇത് പറ്റത്തില്ല. നിങ്ങൾ ഇറങ്ങിക്കോണം. ഈ പ്രായം മുതൽ ഇറങ്ങിക്കോണം. ഗൽവിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രായം മുതൽ ശുശ്രൂഷയ്ക്ക് നീ ഫ്രണ്ട് ചെയ്യണം. നീ പുറകിലോട്ട് നിൽക്കരുത്. കാര്യം ഇനി എന്റെ ബാക്കി പൂരിപ്പിക്കാവോ? കൃപയോട് പറഞ്ഞിട്ടുണ്ട്, പൂരിപ്പിക്കാവുക. നീ പെന്തോച്ചാന്ന് പറഞ്ഞ് മാറിയിരിക്കണ്ട, പൂരിപ്പിക്കാവുന്നതാ. സ്തോത്രം. ഇന്ന് പറഞ്ഞിട്ടില്ലയോ? സ്തോത്രം. നോർത്ത് ഇന്ത്യ പറഞ്ഞിട്ടില്ലയോ? പാസ്റ്റർ 150 പേരുള്ള സഭയിലെ പാസ്റ്റർ, സഭയിലെ പാസ്റ്റർ പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചോണ്ട് പറഞ്ഞു പുള്ളി, അയ്യോ ഞാൻ ഈ നാട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു പോയോ? മലയാളിയാ, ചെറുപ്പക്കാരനാ. അയാൾ ഒരു 10-40 വയസ്സിനകത്തുള്ള ചെറുപ്പക്കാരനാ. അയാൾ വന്നില്ല. അയാൾ അവിടെ നിന്നു. എന്ത് ചെയ്തു? ഭാര്യയുടെ പേരിലോട്ട് ചർച്ച നോക്കാൻ വന്നു. ഭാര്യ എന്തുവാ? പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോകും. നടത്തുന്ന ആ പെണ്ണുങ്ങളാക്കി എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെല്ലാം ചർച്ച നടത്തുന്നു. ആരാ ചർച്ച നടത്തുന്നത്? ചർച്ച നടത്തുന്ന ആരാ? പാസ്റ്റർ. പ്രസവം വരുമ്പോഴും പെണ്ണുങ്ങളെടുത്തോട്ടാ വരുന്നത്. അതിനെ എന്ത് ചെയ്യുന്നില്ല, പിടിക്കരുത്. അതാ ബുദ്ധി. അതാ ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയാണ്. അല്ലാതെ പെണ്ണുങ്ങളല്ല സഭ നടത്തുന്നത്. ആരാ നടത്തുന്നത്? ചിലരുടെ പെണ്ണുങ്ങളെ നടത്തുന്നത്, വീട്ടിലും പെണ്ണുങ്ങളെ നടത്തുന്നത്, ചർച്ച നടത്തുന്നത്. ഇനി ജീൻസായിട്ടാണോ ഞാനുള്ള വേഷോടും ഇട്ടാണോ? വീട്ടിലും പെണ്ണുങ്ങളെ പഠിക്കുന്നത്, നാട്ടിലും പെണ്ണുങ്ങളെ പഠിക്കുന്നത്, സഭയും പെണ്ണുങ്ങളെ പഠിക്കുന്നത്. ചില പാസ്റ്റർമാരുടെ കുടുംബത്തിലാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സ്തോത്രം. എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട്. ഞാനിപ്പോ എപ്പോഴും പറയാറുണ്ട്, ഒരു മീറ്റിങ്ങിന് പോയാലോ വന്നാലോ ഒന്നും തിരിച്ചു വരുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്റെ പോക്ക് വേറെയാണ്. എനിക്ക് എന്ത് ദൈവം തരുന്നു അത് ഞാൻ സംസാരിക്കും. എന്റെ തല പോവും, എന്നെയൊക്കെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുമ്മാ ഇരിക്കുന്ന പ്രശ്നം. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇത്രയും വീർപ്പൂട്ടിയിട്ടില്ല. കാര്യം എനിക്ക് ചുമ്മാ ഇരിക്കുന്നില്ല. എനിക്ക് പ്രശ്നം. എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം? കർത്താവിന് വേണ്ടി. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് പാർച്ചുകൊണ്ടിരിക്കും. വിടുന്ന സ്റ്റേജിൽ നോക്കത്തില്ല. വിളിച്ചു പറഞ്ഞു. ആര് പറയുന്നത്?
കർത്താവ് പറയുന്നത്. എന്റെ ഹിതമല്ല ഞാൻ പറയുന്നത്, കർത്താവ് എന്തു പറയുന്നു അത് ചെയ്യും. സ്തോത്രം. അതിനകത്ത് സ്തോത്രം വളരെ ഗുണ്ടയാണോ? ഞാൻ കർത്താവിന്റെ ഗുണ്ടയാണ്, 100% ഞാൻ പറയുന്നത് കർത്താവിന്റെ ഗുണ്ടയാണ്. കർത്താവ് വരുന്ന കൊട്ടേഷൻ ഞാൻ ചെയ്തോണ്ടിരിക്കും. സ്വന്തം കർത്താവ് എനിക്ക് തരുന്ന കൊട്ടേഷൻ എല്ലാം എന്ത് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്തോണ്ടിരിക്കും. സ്തോത്രം. കർത്താവ് ചെയ്യുന്ന കഴിഞ്ഞ ആഴ്ച എനിക്ക് വലിയ സന്തോഷം വന്നു. നോർത്ത് ഇന്ത്യയിൽ ഒരു 10-15 സഹോദരന്മാരും എല്ലാം ആയ നോർത്ത് ഇന്ത്യയിലുള്ള ഉൾഗ്രാമത്തിനകത്തുനിന്ന് രക്ഷിക്കപ്പെട്ട ഹിന്ദിക്കാരും കുറച്ച് പേര് വന്നു എന്നെ കാണാൻ. സ്തോത്രം. എന്നെ കാണാൻ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവരോടൊപ്പം കുറച്ചു നേരം പാടാനും അവരോട് കുറച്ച് ആരാധന കൂടാനുള്ള രസമുണ്ടായിരുന്നു, സന്തോഷമുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, അവരുടെ പാസ് രക്ഷയിലേക്ക് വന്നത് ഞാൻ വഴി എന്നെ അതിനകത്ത് ഉപയോഗിച്ചു. അവർ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി വരാനും അവർ പാസ് ആവാനും കർത്താവ് ഉപയോഗിച്ചതായാണ് എന്നെ. അപ്പോഴവർക്ക് ആത്മീയ ഗുരുവിനെ കാണും. അവർ പറഞ്ഞു ഞങ്ങൾക്ക് നാട്ടിൽ വരണം, നാട്ടിൽ വന്ന് ഈ ആത്മീയ ഗുരുവിനെ കുറിച്ച് ഒരുപാട് പ്രസംഗിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് കാണും. നിങ്ങൾക്കറിയാം പ്രമോദ് കുടുംബം നോർത്ത് ഇന്ത്യ വേല ചെയ്യുന്ന ഒരു 5-6 ലക്ഷം രൂപ ശമ്പളം എല്ലാം കൂടെ കളഞ്ഞിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി തിരിച്ചു. അപ്പോൾ പ്രമോദ് കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് വരണം, ഇവിടെ ഭയങ്കര ആകാംക്ഷയോടിരിക്കുന്നു. എന്തുവാ ഈ ഞങ്ങളുടെ ആത്മീയ ഗുരുവിനെ കാണുന്നു. ഞാനവിടെ ചെന്നപ്പോൾ നമ്മളെ പുതുമയാണ്, നമുക്ക് ഇതുവരെ അനുഭവിക്കാത്ത ചില അനുഭവത്തിൽ കൂടെ കൊണ്ടുപോയി. കാര്യം അവിടെ സന്തോഷം അത്രയ്ക്ക്. അപ്പോഴെനിക്ക് മനസ്സിലായി പ്രമോദ് നല്ലോണം പല വാക്ക് ഉപയോഗിക്കുമ്പോഴും സ്വന്തമായ എന്നെ പറ്റി വിശദീകരിക്കാറുണ്ട്. അല്ലാതെ ഇത്രയും സന്തോഷം അവർക്ക് അവരുടെ മുഖത്ത് അത് ഉണ്ടാവുന്നില്ല. അത് അനുഭവിക്കാൻ പറ്റും. പാടാനും സ്തോത്രം, ആത്മീയ കാര്യങ്ങൾ പറയാനും ഒരു നിമിഷം പോലും മറ്റ് കാര്യം സംസാരിക്കുന്നില്ല. അവർ സംസാരിക്കുന്നത് മൊത്തം ആത്മീയമാണ്. യേശു അവരെ ജീവിതത്തിൽ ചെയ്തു. അതിലൊരു യുവാവ് സാക്ഷ്യം പറയുന്നത് കേട്ടു. അവന് മാരരോഗം, ഡോക്ടർമാര് തള്ളി, അവനൊരിക്കലും ജീവിക്കത്തില്ലെന്ന് എഴുതി തള്ളി. സ്തോത്രം. അപ്പനും അമ്മയും അവനെ നോക്കി മടുത്തു. അവസാനം അപ്പൻ പറഞ്ഞു, അമ്മയോട് പറയുക, ഉറങ്ങിക്കിടക്കുവാന്ന് പറഞ്ഞിട്ട് അപ്പൻ അമ്മയോട് പറയുക. അന്നൊരു ട്രാക്ട് ഈ പ്രമോദ് കൊണ്ട് കൊടുത്തു. പ്രമോദ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവ ഈ ട്രാക്ട് വായിച്ചിട്ട് ഇതെല്ലാം നടക്കുന്ന കാര്യം, ഇങ്ങനെയല്ല ആർക്കെങ്കിലും സ്നേഹിക്കാൻ പറ്റൂ എന്നല്ല അവനോട് തന്നെ ചോദിച്ചോണ്ടിരിക്കപ്പെട്ടാണ്. സ്വന്തം അവൻ ഉറങ്ങുവാന്ന് പറഞ്ഞ് ഉറങ്ങി കാണുമെന്ന് ഓർത്ത് അവന്റെ മാതാവും പിതാവും അപ്പുറത്തിനോട് പറഞ്ഞു. പിതാവ് പറഞ്ഞു, ഇവനെ വിഷം കൊടുത്ത് കൊന്നേക്കാം, ഇനി എനിക്ക് ഇവനെ പോറ്റാൻ വയ്യ, എനിക്ക് കടം മേടിച്ച് മണിത്ത് ഇവനെ ഇനി ട്രീറ്റ്മെന്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. നമുക്കൊരു കാര്യം വെച്ചിട്ട് വിഷം കൊടുത്തെന്ന് പറഞ്ഞു. അവനെ കെട്ടിലേക്ക് ഒന്ന് പൊട്ടിക്കരഞ്ഞു. കാര്യം എന്തുവാ, സ്വന്തം പിതാവ് ഇത്രയും നാൾ സ്നേഹിച്ച പിതാവ് പറയുക ഇനി അവനെ ആവശ്യമില്ല. കാര്യം അവർക്ക് മടുത്ത്. അപ്പോൾ ഈ മടുത്ത എന്നെ ഇനി ആർക്ക് വേണം? അപ്പോഴും ദൈവത്തിന്റെ ശബ്ദം അവന് കേൾക്കുക, നിന്നെ എനിക്ക് വേണം മകനെ, ആർക്കും വേണമെങ്കിൽ എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ പറയണേ, അപ്പനോ അമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ ഭാര്യക്കോ ഭർത്താവിനോ കഴിയാത്ത സ്നേഹം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ കഴിയുന്നത്. അവര് ദൈവത്തിന്റെ അലപ്പാടുണ്ടായി. നിനക്ക് ട്രാക്ട് തന്ന പാസ്റ്റർ വീട്ടിലേക്ക് നീ ചെല്ല്, ആ പാസ്റ്ററോട് നീ സംസാരിക്കുപോയി. അപ്പോൾ ആ പാസ്റ്റർ വീട്ടിൽ ചെന്നപ്പോ എന്തുവാ, ആ പാസ്റ്റർ അവൻ പ്രമോദിന്റെ വൈഫും അവൻ കുത്തിയിരുന്നവന്റെ പേരിന് വേണ്ടി പാസ്റ്റർ കണ്ണുനീരൊഴി. അപ്പൊ എന്റെ അപ്പം കാണിക്കാത്ത സ്നേഹം ഈ പാസ്റ്റർ ഭാര്യയെ കാണിക്കുന്നു. ഇവർക്ക് ഞാനുമായിട്ട് എന്തോ ബന്ധം? ഇവൻ എന്റെ ഭാഷക്കാരല്ല, ഇവൻ എന്റെ ജാതിക്കാരല്ല. ഇവർ ഇത്രയും സ്നേഹിക്കുന്നെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഈ സ്നേഹം കൊണ്ടുവന്ന് കർത്താവ് എത്ര വലിയവനായി. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്തു? ഭയങ്കര സന്തോഷം തോന്നി. ആ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഓരോ കുഞ്ഞുങ്ങളുടെ ഓരോ വ്യക്തിയുടെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ, നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ഇവരൊന്നും ഇനി എന്ത് ചെയ്യത്തില്ല, മാറിപ്പോത്തില്ല. കാര്യം അത്രയ്ക്ക് ആരെ രുചിച്ചറിഞ്ഞു? കർത്താവിനെ രുചിച്ചറിഞ്ഞു. സ്വന്തം മോളെ വെള്ളത്തിനകത്ത് മുക്കിക്കൊല്ലാൻ നോക്കി, അതിൽ കൊച്ചു പുറത്തു വന്നു. ചത്തെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയതാ, കൊച്ചു പുറത്തു വന്നു. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ യേശുവിന്റെ സ്നേഹം അവർക്ക് തിരിച്ചറിഞ്ഞു. ഇന്ന് പ്രിയ മക്കളെ, നമ്മൾ യേശുവിന്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ എവിടെ വന്നിരിക്കുന്നത്, ദൈവസന്നിധി വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ആരെ കരുതാൻ പറ്റും?
നമ്മളെ കരുതാൻ പറ്റും. ഇന്ന് പകരം എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതാ, പ്രവചനങ്ങളെ കേട്ടവനെ, പ്രവചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവനെ, ആ പ്രവചനത്തിൽ നീ മുറുകി പിടിച്ചോ. പ്രവചനം നിവർത്തിയാകും. കാര്യം പ്രവചനം പറയുന്നത് മനുഷ്യനല്ല, പ്രവചനം പറയുന്നത് ദൈവമാണ്. കർത്താവായ യേശു ക്രിസ്തു ആ പ്രവചനത്തെ നീ തിരിച്ചറിയുന്നു, ആ പ്രവചനത്തെ നീ തിരിച്ചറിയുന്നു, ആ പ്രവചനത്തെ നീ മുറുകി പിടിക്കുന്നു. ആ ദൈവത്തിന്റെ വാക്കത്തോട് കൂടുതൽ ആയിരിക്കും ദൈവം ഞാൻ പ്രമോദ ദിവസത്തിൽ വരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ചു തരാം. ഒരു ക്ലാസ്സിൽ ഒരു വ്യക്തി ഇരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. അവൻ ദിവസത്തിൽ വരുമ്പോ അവൻ ആരാധനയ്ക്ക് എന്റെ അടുത്ത് ഞായറാഴ്ച വന്ന്, വേറെ ആരുമില്ല, അവനും അവരുടെ കുടുംബവും ഞങ്ങളെല്ലാവരും ഉള്ളൂ. സ്തോത്രം. ആരാധിക്കാൻ വന്ന് ഞങ്ങളെ കുടുംബത്തിനകത്ത് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ NSSന്റെ കരോദര ആൾക്കാർ, BJP-ക്കാർ എന്ത് ചെയ്തു? അവരുടെ വീട്ടിൽ വന്നിരുന്നു. ഞായറാഴ്ച ഞങ്ങളെ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇവൻ പോവാൻ. സ്തോത്രം. ഇവൻ വീട്ടിന് പുറത്തിറങ്ങണമെങ്കിൽ ഞങ്ങളെ കവർ ചെയ്തിട്ടേ പോകാൻ പറ്റും. ഞായറാഴ്ച രാവിലെ വന്നിരിക്കും. ഇവര് 12 മണിയായിട്ടേ പോകുന്നു. ഇവര് വീട്ടിൽ, ഇവര് കുറെ പേര് വന്ന് വീട്ടിൽ, ചിലർ പുറത്ത് വന്ന് പുറവശത്തെ ഡോറിന്റെ അടുത്ത് വന്നിരിക്കും. ഇവൻ പോകുന്നു തോന്നുന്നു. ഇവ ഒരുങ്ങിയിട്ട് അവരുടെ തോന്നി ഇങ്ങനെ പാച്ചു ഇവരെ ഇറങ്ങി വരണം, പ്രാർത്ഥന കിടക്കും. ഒരാഴ്ച മുടക്കി. രണ്ടാമത്തെ ആഴ്ച എന്നോട് പറഞ്ഞു, ഇതാ പ്രശ്നം. ഞാൻ പറഞ്ഞൊരു ഞായറാഴ്ചയിലൊന്നും പ്രശ്നം. നീ ഒരു കാര്യം, രാവിലെ ഒരു 5:30 ആകുമ്പോൾ വീട്ടിലോട്ട് നടക്കാം, എക്സസൈസ് നടക്കാം. നീ എക്സസൈസ് ചെയ്യുമ്പോ രാവിലെ 5:30 വരെ ഞങ്ങൾ ആരാധന. സ്വന്തം 8 മണിയാകുമ്പോഴാവും ഇത് ആർക്കും അറിയുന്നില്ല. എന്നും ഇങ്ങനെ വന്ന് 5:30 നടക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് പ്രാർത്ഥന. അങ്ങനെയാണ് അവരെ നേടിയത്. അങ്ങനെയാണ് അവർക്ക് വേണ്ടി വില കൊടുത്തത്. ആ വില ഇപ്പോൾ ആ വിത്ത് 30, 60, 100 മേരിയായിട്ട് നമ്മളെ പെട്ടി വിളഞ്ഞു വന്നപ്പോഴേ ഞാൻ ഓർത്ത് ദൈവത്തെ ശ്രദ്ധിച്ചത്. അന്ന് എനിക്ക് അറിയത്തില്ല അതിന്റെ വില എന്തു വന്നു. പക്ഷേ അന്നത്തെ വില ഇന്ന് തീരു. നമ്മൾ ഇന്ന് വിത്തെല്ലാം എന്ത് ചെയ്യും? പ്രയോജനപ്പെടും. ഒരു വിത്ത് പോലും എന്ത് ചെയ്യത്തില്ല, മണ്ണലാക്കി കളയാൻ ദൈവം ആഗ്രഹിക്കത്തില്ല. കർത്താവിന്റെ നാമത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വിത്തെല്ലാം എന്ത് ചെയ്യും? വിളഞ്ഞു വരും. അതുകൊണ്ട് തന്നെ നമ്മളെ സഭയ്ക്കകത്ത് നമ്മൾ പറയുന്നത്, നമ്മളെ സഭയ്ക്കകത്തുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എഴുന്നേൽപ്പിക്കും. ആ പ്രാർത്ഥന അവരെ നീ എവിടെല്ലാം ജോലിക്ക് പോയാലും എവിടെല്ലാം പോയാലും ഒരു കർത്താവിന്റെ വരെയും സ്തോത്രം. ദൈവവേല ചെയ്യുന്ന ഫുൾ ടൈം ദൈവവേല ചെയ്യുന്നവരായിട്ട് ഭയങ്കര ശുശ്രൂഷ. കാര്യം എന്തുവാ? ദൈവം അവർക്ക് ഇവിടെ വെച്ച് ട്രെയിനിങ് കൊടുക്കും. ഒരാളെ പോലും വെറുതെ വിടത്തില്ല. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കും. എവിടെ ചെന്നാലും എന്ത് ചെയ്യണം? അവർ പ്രയോജനപ്പെടണം. അവരെവിടെ ചെന്നാലും എന്ത് ചെയ്യണം? രണ്ട് സംസാരിക്കാനുള്ള കഴിവ്. നമുക്കൊരു വലിയ വാക്കിലേക്ക് നമുക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. 2 രാജാക്കന്മാർ രണ്ടാം അധ്യായത്തിന്റെ സ്തോത്രം 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കും. 2 രാജാക്കന്മാർ 2:1. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണോ അങ്ങേ ആഴ്ചയോ എടുത്തെന്ന് അറിയത്തില്ല. എലിയാവ് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ 12 ഏർക്കാളകളെ പൂട്ടിക്കൊണ്ടിരിക്കും. അത് 12ാമത്തെ കാളെ പൂട്ടുന്നതായ ഏലിയാവിന്റെ പുതപ്പ് വന്ന് എലീശയുടെ മേലിട്ടു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഏലിയാവിനോട് പറഞ്ഞു, നിനക്ക് പിൻഗാമിയായിട്ട് ഞാൻ ഒരുത്തനെ വിളിക്കാൻ പോകും. നിനക്ക് പിൻഗാമിയായിട്ട് ആരെ വിളിക്കാൻ പോകും? ഞാൻ ഒരുവനെ വിളിക്കാൻ പോകും. നിന്റെ കാലം കഴിഞ്ഞിട്ട് അടുത്ത നിനക്ക് പിൻഗാമിയായിട്ട് ഞാൻ ഒരുത്തനെ വിളിക്കാൻ പോകും. അവന്റെ പേരാണ് എലീശ. നീ പോയിട്ട് അവന്റെ മേൽ എന്ത് ചെയ്യണം? ഈ പുതപ്പിടണം. എന്നിട്ട് നീ അവനെ കൂട്ടണം. ഏലിയാവ് ചെന്നു, എലീശ വിളിച്ചു. അപ്പോഴേ എലീശ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കണ്ടത്തിൽ പൂട്ടിക്കൊണ്ടിരിക്കുക. 12 ഏർക്കാളുകൾ പൂട്ടിക്കൊണ്ടിരിക്കുക. അതിനകത്ത് 12ാമത്തത് ആരാ? എലീശയെ പൂട്ടിക്കൊണ്ടിരിക്കുക. എലീശയുടെ മേൽ പുതപ്പിട്ടു. എലീശയോട് പറഞ്ഞ് പുറകെ വരാം. എലീശ എന്ത് ചെയ്തു? പുറകെ ഓടി. ഏലിയാവ് നടക്കുന്നതനുസരിച്ച് ഓടുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബഹുമാനത്തോടെ ഓടുക. ഓടിയിട്ട് പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോട്ടെ. അപ്പോഴേ ഏലിയാവ് പറഞ്ഞു, താമസിക്കല്ലേ, പോയത് വേറെ ഒന്നുമല്ല, അവന് ഉപജീവന മാർഗമായിട്ട് വെച്ചിരിക്കുന്ന കാളയെ യാഗം. എന്നിട്ട് അവിടെ എല്ലാവർക്കും എന്ത് ചെയ്തു?
ആഹാരമാക്കി. ആ കലപ്പ വെട്ടി തീയിലിട്ടു. ആ കലപ്പ കൊണ്ടാണ് ഈ ആഹാരം ചെയ്ത് പാകം ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. കാര്യമോ അവന് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമാണ് അവൻ കേട്ടത്. അവന് മനസ്സിലായി, ഇനി എനിക്ക് ഈ ഏർക്കാള വേണം. എന്റെ ഈ കൂട്ടുന്ന പരിപാടിയോ നിലം ഒഴിയുന്ന പരിപാടിയോ നിലത്തിന്റെ പിന്നാലെ പോകുന്ന പരിപാടിയെല്ലാം നിർത്തി. കാര്യം എന്തുവാ? എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. ആരാട്ട്? ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ഏലിയാവ് എന്ന് പറയുന്ന ആ വലിയ ദൈവത്തിന്റെ പ്രവാചകനായ, ആ ദൈവത്തിന്റെ വലിയ പുരുഷനായ ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഇനി എനിക്ക് എന്ത് ചെയ്യേണ്ട? ഇതൊന്നും വേണ്ട. സ്തോത്രം. എല്ലാം വിട്ടു, എല്ലാം കളഞ്ഞു. എല്ലാ കുടുംബക്കാർക്കും ചാത്തക്കാർക്കും അവിടെയുള്ളവർക്കെല്ലാം കൊടുത്ത് അവ എന്ത് ചെയ്തു? അവിടുന്നെല്ലാം ഗുഡ് ബൈ പറഞ്ഞ് ആറടിനാലിലൊന്നും ഏലിയാവ് വിളി ഓർത്തോണ ദൈവമക്കളെ. ഇത് അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത അവന്റെ ദർശനവും വിളിയും കാട്ടോണം. അവൻ ആരാന്നും ചിന്തിച്ചോണം. അവന്റെ ബുദ്ധി എന്തുവാന്ന് ചിന്തിച്ചോണം. അവന്റെ ചിന്തകൾ വരുന്ന ചിന്തകൾ, അവന്റെ ഹൃദയത്തിൽ വരുന്ന വിചാരങ്ങളെ മനസ്സിലാക്കിക്കോണം. എന്തിനാ അവനെ വിളിച്ചിരിക്കുന്നത്? ഏലിയാവിന്റെ പിൻഗാമിയായിട്ട് അവനെ വിളിച്ചിരിക്കുന്നത്. അവൻ ആ വിളി അറിയാം, തെരഞ്ഞെടുപ്പ് അറിയാം. ഏലിയാവ് എന്താണെന്ന് ആർക്കറിയാം? എലീശ. നിങ്ങൾ പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ യേശു ആരാന്ന് പൂർണ്ണമായി മനസ്സിലാക്കുക. യേശു ആരാന്ന് പൂർണ്ണമായി മനസ്സിലാക്കാത്തതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചിലവർ ചെയ്യാത്തത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ കാര്യം കൂടുതൽ പ്രാധാന്യം ആർക്ക് കൊടുക്കും? മാനുഷ്യ ബുദ്ധി കൊടുക്കും, മനുഷ്യ ബുദ്ധി കൊടുക്കും. നമുക്ക് എല്ലാവർക്കും നമുക്കൊരു സഭയുണ്ട്. നമ്മുടെ സഭയുടെ പേരാണ് ബഥേൽ വർഷിപ്പ് സഭ എന്ന് പറയും. ബഥേൽ വർഷിപ്പ് സെന്ററിനോടല്ല നമുക്ക് അറിവ്. നമ്മൾ ആരോടാ? സഭയുടെ കൂടെ ഉണ്ടാവണം, സഭയെ സ്നേഹിക്കണം, സഭയോടൊപ്പം നിൽക്കണം. അത് എന്തുകൊണ്ടായി സഭയോടൊപ്പം നിൽക്കുന്നത്? സഭ ഭരിക്കുന്നത് കർത്താവിനായിരിക്കണം കീഴ്പ്പെടുന്നത്. അല്ലാതെ ബഥേൽ വർഷിപ്പ് സെന്റർ എന്ന് പറയുന്ന ഒരു പേരിനല്ല പ്രാധാന്യം. ആർക്കാ പ്രാധാന്യം? ഇത് സൃഷ്ടിച്ചിരിക്കുന്ന, ഇതിലേക്ക് ചേർത്തിരിക്കുന്ന കർത്താവിനെ പ്രാധാന്യം. അപ്പൊ കർത്താവിന് ഇഷ്ടമായിരിക്കണം എന്ത് ചെയ്യട്ടെ. ഞാൻ നാളെ ഒന്ന് പറയുക, നിങ്ങൾ കള്ളമെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരിപാടി നിർത്തിക്കോ. വേണ്ട, ഈ ഉപദേശം എനിക്ക് വേണ്ട. ദൈവവചനം പറഞ്ഞിരിക്കുന്നത് കള്ളം പറയും. ദൈവവചനം എന്ത് പറഞ്ഞിരിക്കുന്നത്? കള്ളം പറയാം. കള്ളം പറയരുത്, കള്ളം പറയരുത്. ദൈവവചനം പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യണം? മോഷ്ടിക്കല്ലേ. നാളെ മറിച്ച് മോഷ്ടിച്ചു, കുഴപ്പമൊന്നുമില്ല, കിട്ടുന്നില്ല, മോഷ്ടിച്ചു പറയണോ? ഒരു സഹോദരൻ ഗൾഫിൽ സംഭവിച്ചു. ദൈവത്തെ പൂർണ്ണമായി അറിയാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം, എന്റെ സ്തോത്രം നമ്പർ കിട്ടി. വേറെ ആൾ കൊടുത്ത് നമ്പർ കിട്ടി എന്നെ വിളിച്ച്. ഞാനുമായിട്ട് പരിചയമൊന്നുമില്ല. പുള്ളിക്കാരൻ ഞാനുമായിട്ട് എന്നും സൗദിയിൽ ഒരു അരമണിക്കൂർ ഞാൻ പുള്ളിയായിട്ട് സംസാരിക്കും. പുള്ളിക്കാരൻ ഒരു അരമണിക്കൂറോളം ഞാൻ പുള്ളി ആത്മീയ കാര്യങ്ങളാണ് കൂടുതൽ. പുള്ളിയുടെ ഒരുപാട് ഡൗട്ടുകളാണ് ചോദിക്കുന്നത്. ഈ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആക്കി വന്ന് ഞങ്ങൾ ഒരു 3 മാസമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. നല്ല സ്വന്തം സഹോദരങ്ങളെ പോലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ ഇരുന്നപ്പോ പുള്ളിയോട് ഞാൻ പറഞ്ഞു, കുറെ ക്ലിയർ ആവാം, കുറെ മാറിയാലേ ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ അവിടെ സുശേഷ വരെ ചെയ്യും, നിങ്ങളെ സുശേഷ വരയിലേക്ക് കൊണ്ടുവരും. പക്ഷെ ഒരുപാട് നിങ്ങൾ മാറാനുണ്ട്, നിങ്ങൾ ഉടയാനുണ്ട്, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റുണ്ട്. പുള്ളിക്കാരനോട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കുറേ ദിവസം കൂടെ ചോദിക്കാനിരിക്കുകയാണ്, ഞാനൊരു തെറ്റ് ചെയ്യുന്നു. പുള്ളിയോട് ചോദിച്ച് എന്തുവാ ഷാജി വെറുതെ എന്തുവാ തെറ്റ്? പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ പരിപാടി കൊറിയർ കൊണ്ടു കൊടുക്കുന്നുണ്ട്. കൊറിയർ കമ്പനി ഒരു വണ്ടി വരെ കൊടുത്തിട്ടുണ്ട്, നല്ല ശമ്പളമാണ്, കൊറിയർ കൊണ്ടുപോകുന്ന പുള്ളിയുടെ പരിപാടി. പുള്ളി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ അടിക്കുന്ന പൈസ ഓഫീസിൽ കാണിക്കുന്ന പൈസയല്ല ഡീസൽ. ഓഫീസിൽ കൊടുക്കുന്ന ബില്ല് പെട്രോൾ പമ്പിൽ നിന്ന് വലിയ ബില്ലാണ് മേടിക്കുന്നത്. ഇത്രയും രൂപ ഡീസൽ അടിക്കുന്നത്. അതിന്റെ പകുതി പൈസയെ പുള്ളിക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ചെലവാകുന്നുള്ളൂ. പകുതി പുള്ളി പറഞ്ഞ് എന്റെ വീട്ടു ചെലവെല്ലാം അതിലാണ്. ഭാര്യ ഭർത്താവോ ബൈക്കും. അപ്പൊ എന്റെ വീട്ടു ചെലവ് എന്റെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ഇതിൽ കിട്ടുന്ന പൈസ. അത് നീതിയാണോ? ശരിയാണ്? അത് തെറ്റാണ്? പറയണം. അതിനകത്ത് വേറെ എന്തോ ആലോചിക്കാൻ. ദൈവവചന പ്രകാരം ജീവിക്കുമ്പോൾ
നീ കബളിപ്പിക്കുകയോ ചെയ്യുന്നത്, കള്ളമാകുന്നു, കളിപ്പിക്കുകയോ, നീ ചെയ്യുന്നത് നീതിയാണ്. വീട്ടുകാരോ ഞാൻ വീട്ടുകാരോ വേറെ അല്ല. വീട്ടുകാരോ ഇത് കള്ളം മോഷ്ടിച്ചിട്ടല്ല മീൻ മേടിച്ചിരുന്നത്, മോഷ്ടിച്ചിട്ടല്ല ഇറച്ചിയിരുന്നു, പൈസ ഇറച്ചിയിരുന്നു. അപ്പൊ ഇത് പറഞ്ഞപ്പോ പുള്ളിക്കാരന്റെ ഉള്ളിനകത്ത് പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് കുറ്റബോധമുണ്ട്, ഇതിനകത്തൊന്ന് പുറത്തു വരണം. ഞാൻ പറയാം ഇത് ചെയ്യാനില്ല, പോയി ഇത് പറഞ്ഞ അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. വിഷയം ഞാൻ എന്നും പോകുന്ന റൂട്ടുണ്ട്, ഈ റൂട്ട് മൊത്തം ആ ഓഫീസിലുണ്ട്, കമ്പ്യൂട്ടറിനകത്തുണ്ട്. അപ്പൊ ഈ റൂട്ട് ഇത്രയും നാൾ ഇത്രയും ഡീസൽ അടിച്ചിട്ട് ഇപ്പം ഡീസൽ കുറഞ്ഞെന്ന് ചോദിച്ചാൽ എന്നെ പിടിക്കുക, എന്റെ ജോലി പോകും. ഞാൻ പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, യഥാർത്ഥമായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇതിനെതിരെ ഒരു സൊല്യൂഷൻ. പുള്ളിക്കാരൻ വിലപിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ് ഞാൻ ചെയ്ത പാപമാണ്, ഇതുവരെ ചെയ്ത പാപം എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇത് പാപമാണ്. ഇതെല്ലാവരും ചെയ്യുന്നതാണ്, ഓഫീസിനകത്ത് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ ഞാനും ചെയ്യുന്നതേ ഉള്ളൂ, ഞാൻ ചെയ്ത പാപമാണ്. പക്ഷേ എനിക്ക് പാപത്തിൽ നിന്ന് പുറത്തു വരണം, പാപത്തിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തു വരണം. നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് പ്രാർത്ഥന തുടങ്ങി. ഞാനും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ശാന്തി പറഞ്ഞ ദൈവം തുടങ്ങി, ശാന്തി പറഞ്ഞ കാര്യത്തിനകത്ത് ദൈവം നീതിയിടണേ, ജോലി നഷ്ടപ്പെടല്ലേ, ജോലി അനുഗ്രഹപ്പെട്ട ജോലിയാ, അതിനകത്ത് ഒരുപാട് ഓഫർ, ഒരുപാട് ഗുണമുള്ള ജോലിയാ. അപ്പോഴ് ആ ജോലി നഷ്ടപ്പെടല്ലേ, അതുപോലെ അദ്ദേഹത്തിന് വേറെ വണ്ടി എടുക്കട്ടെ, ഈ വണ്ടി പുള്ളിക്ക് ഉപയോഗിക്കാം, പ്രൈവറ്റായിട്ട് ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപകാരമുള്ളത്. അപ്പോഴ് ഞാൻ പറയുന്നത് ദൈവം ഒരു അത്ഭുതം ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ സ്തോത്രമാരുടെ പുള്ളി ഓഫീസ് ചെല്ലുമ്പോൾ ഒരു വാർത്ത കേട്ട് എന്നെ സന്തോഷത്തിലൂടെ വിളിച്ചു. പക്ഷേ രക്ഷപ്പെടാൻ ഒരു മാർഗം കിട്ടിയിട്ടുണ്ട്. എന്തുവാ? രാവിലെ അറബി വിളിച്ചിട്ട് പറയുക, ഷാദിയെ നീ എത്ര വർഷം കൊണ്ട് ഈ വണ്ടി ഉപയോഗിക്കുന്നത്? അത് 8 വർഷമായി ഈ വണ്ടി തന്നെ ഉപയോഗിക്കുന്നു. ഒരു കാര്യം ചെയ്യും, ഈ പഴയ വണ്ടി നമുക്ക് കളയാം, പുത്തൻ വണ്ടി എടുക്കാം. നിനക്ക് ഏത് വണ്ടിയാണ് വേണ്ട പറ, നീ കാണുന്ന. അപ്പോഴും പുള്ളിക്കാരനോട് ആലോചിച്ചിട്ട് പറഞ്ഞു, പുതിയ മൈലേജുള്ള വണ്ടി എടുക്കാം, മൈലേജുള്ള വണ്ടി എടുക്കാം. അത് അപ്പോഴും നമുക്ക് കമ്പനിക്ക് ലാഭമാണ്, ഡീസൽ അല്ല ലാഭമാണ്. അന്ന് നിനക്ക് ഇഷ്ടമുള്ള എടുത്തു, നീ പറ. പുത്തൻ വണ്ടിയായി. പുള്ളിക്കാരൻ അന്ന് മുതൽ കറക്റ്റ് ഇല്ലാതാണ് വീട്ടുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കഴിക്കുന്ന വീട്ടിൽ മൈലേജുള്ള വണ്ടി, നേരത്തെ മൈലേജ് ഇല്ലാത്ത വണ്ടിയാണ്, നേരത്തെ മൈലേജുള്ള വണ്ടിയാണ്. പക്ഷെ മൈലേജ് ഇല്ലാതെ ആക്കിയതായ പുള്ളിക്കാരൻ. അത് തന്നെ പുള്ളി ഏറ്റുപറഞ്ഞു. പുള്ളിക്ക് എന്ത് ചെയ്തു? ദൈവം എന്ത് ചെയ്തു? പുള്ളിയെ അതിനുള്ള വഴി തോന്നുന്നു. പുള്ളി ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. പുള്ളി ഭയങ്കര സന്തോഷമാണ്. പുള്ളി എനിക്ക് തോന്നുന്നു ഈ വലിയ വസിച്ചറിന്റെ ആരംഭം ഉണ്ടാക്കാൻ പുള്ളിയെ മുഖാന്തരമായിരുന്നു. ഈ രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുന്നതല്ല പുള്ളിയാണ്, രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കണമെന്ന് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല പുള്ളിയാണ്. പുള്ളി എന്ത് ചെയ്തു? ഞെട്ടിക്കുന്ന അത്ഭുതം പോലെ പുള്ളി എന്നോട് പിന്നെയും വിളിച്ചു വന്ന്, ഇപ്പം അല്ലാതെ തന്നെ എന്റെ ബാറ്റയെല്ലാം കൂടി, എനിക്ക് പോകുന്നതിന് കുറെ ബാറ്റയെല്ലാം തരുന്നുണ്ട് ഈ യാത്രയ്ക്ക്, അത് മതി എന്ന് കിട്ടിയായിരുന്നു. അവിടെ ആര് പോയി തോന്നുന്നു? ആർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നീതിമാനായിട്ട് ജീവിക്കാനുള്ളതായി തോന്നുന്നു. കള്ളനായിട്ടല്ല, നീതിമാനായിട്ട്. അതാണ് നമ്മൾ ഇന്ന് പകരം വിശ്വസിക്കുക. എലീശയ്ക്കറിയാം ഏലിയാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകന്റെ ശക്തി എന്തെന്നും ആ പ്രവാചകനും ദൈവമായിട്ടുള്ള ബന്ധം എന്തെന്നും ആർക്കറിയാം? എലീശയ്ക്കറിയാം. അതുകൊണ്ട് എലീശ ചെയ്ത് പഴയ പണിയെല്ലാം നിർത്തിയത്. ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല, ഈ പണികളെ പുറകെ വരത്തില്ല, ഇനി ഞാനും വീടുമായിട്ടൊന്നും ബന്ധമില്ല, ഞാനും ആരുമായിട്ടാ ബന്ധം? ദൈവമായിട്ടാ ബന്ധം. ഏലിയാവിനെ വിളിച്ചിരിക്കുന്ന ദൈവമായിട്ടാ ബന്ധം. ഞാൻ ഇനി ഏലിയാവിനെ പിന്താങ്ങും. അപ്പോൾ ഏലിയാവിന്റെ എടുക്കപ്പെടേണ്ട ദിവസം ആവാറായപ്പോൾ ഏലിയാവിന് വെളിപ്പെട്ടു, ഞാൻ ഇനി എടുക്കപ്പെടാൻ പോകും, ഞാൻ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടാൻ പോകും, ജീവനോട് എടുക്കപ്പെടാൻ പോകും. ജീവനോട് എടുക്കപ്പെട്ട ഒരാളാണ് ബൈബിളിനകത്ത് പറയുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ്. മരിച്ചവനല്ല, ജീവനോട്, ശരീരത്തോടാ കയറിപ്പോയത്. ശരീരത്തോടാ കയറിപ്പോയത്. അങ്ങനെ ഏലിയാവ് പറഞ്ഞു, ഏലിയാവിന് ദൈവം വെളിപ്പെടുത്തി, ഇന്ന് നിന്നെ ഞാൻ എടുക്കാൻ പോകും. ഏലിയാവ് വെളിപ്പെടുത്തി. ഏലിയാവ് ചെയ്തു, എലീശയെ വിളിച്ചു. വായിക്കും. ഏലിയാവ് പറയാ, മോനെ നീ പൊക്കോ,
നീ അല്ലെങ്കിൽ ഇവിടെ നിന്നു, ഇനി ഇവിടെ പ്രവാചകനായിട്ട് ഇവിടെ നിന്നാ മതി, ഞാനൊരു കാര്യം പ്രാർത്ഥിക്കാൻ പോവാം, ഇനി നീ ഇവിടെ നിന്നു, നീ എന്നെ എന്റെ കൂടെ വരണം. വിളിച്ച നാട് മുതൽ, തെരഞ്ഞെടുത്ത നാട് മുതൽ ഏലിയാവ് എവിടെ പോയാലും ആരുണ്ട്? എലിശ. കാര്യം എലിശ എന്ന് പറയുന്നത് ഏലിയാവിന്റെ പിൻഗാമി. അപ്പൊ ഏലിയാവ് എന്ന് പറയുന്ന ശുശ്രൂഷകനെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന ആരാ? എലിശ. അപ്പോഴേ ഏലിയാവ് പോവാറായപ്പോ ഏലിയാവിന് വെളിപ്പെട്ട് കിട്ടിയപ്പോ ഏലിയാവ് പറയുക, മോനെ ഇവിടെ നിന്നോ, ഇവിടെ നിന്നോ, ഞാൻ കുറച്ച് ദൂരെ പോകും, ഞാൻ ദൂരോട്ട് പോവാം. ഏലിയാവ് ഉടനെ പറയുമ്പോ ആ വാക്യം ഒന്ന് വായിക്കാൻ മോളെ. അല്ല, അതിന് ആദ്യത്തെ വാക്യം ഒന്നുകൂടെ വായിക്കും. ഏലിയാവ് എലിശയോട്, നീ ഇവിടെ പാർക്കുക, യഹോവ എന്നോട് പറഞ്ഞു. കണ്ടോ, ഇങ്ങനെ പറയുന്നവരെ കൊണ്ടുവന്നിരിക്കാൻ പറ്റും. അവൻ പറയുക, യഹോവയാണ്, ജീവനാണ്, ഞാൻ നിങ്ങളുടെ എന്നെ കളയുന്നു, എന്നെ കളയുന്നു. അന്നാ പിൻഗാമി എനിക്കുള്ളത് നീ താങ്ങുന്നല്ല പറഞ്ഞു. എന്തോ എന്നെ കളയുന്നു. അപ്പോഴേ ഏലിയാവ് എന്ത് ചെയ്തു? മനസ്സിലുണ്ടായി. ഏലിയാവ് വരാൻ കൂടെ കൊണ്ടുവന്നു. അടുത്തത് ഏലിയാവിന് അനേകം പ്രവാചകന്മാരുണ്ട്, ശിഷ്യന്മാരുണ്ട്. പക്ഷെ ഇവനെ പോലെ വേർത്തയില്ല, കൊണ്ടുപോയില്ല. പ്രവാചകന്മാരാ ഇവര്. ബഥേലിലേക്ക് ചെന്നപ്പോ അവിടെ അനേകം പ്രവാചകന്മാരുണ്ട്, ഏലിയാവിന്റെ ശിഷ്യന്മാരാ. ഇവര് വന്ന് വരട്ടെ പറഞ്ഞു, എലിശ നീ അറിഞ്ഞു, നിന്നെ യജമാനെ എടുക്കാൻ പോകുന്നത് സ്വർഗത്തെ എടുക്കാൻ പോവാ, എടുക്കാൻ പോകുക അറിഞ്ഞു. എലിശ മിണ്ടാതെ, നീ അറിയാം, നീ പഠിപ്പിക്കണം. ഈ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ദൈവജനത്തിനകത്ത് തന്നെ നമ്മളെ തെറ്റിക്കുന്നവന്മാരാണ്. നമ്മൾ കഴിഞ്ഞ നേരെ പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നത് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നത് നെറ്റിലെ പോകേണ്ടവരാ. ആർക്ക് ശത്രു? നെറ്റിലെ പോകുന്ന മറ്റുള്ളവർക്ക് ശത്രു. ഇവൻ നെറ്റിലെ പോകും, ഇവൻ ബന്ധുക്കോസാറിന ജീവിതം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവൻ പോവും. ജീവിതം ഇല്ലാത്തവനെ ദൈവം കൊണ്ടുപോകും. ജീവിതം ഉണ്ടാകാൻ ഇവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരു ആരാധനയോ പ്രാർത്ഥനയോ എന്ത് ചെയ്യത്തില്ല. അവൻ ഒരു പ്രാർത്ഥനയും ഒരു ആരാധനയും നടക്കുമ്പോൾ എന്ത് ചെയ്യും? സന്തോഷിക്കത്തേ ഉള്ളൂ. യഥാർത്ഥമായ ഒരു ദേവദാസൻ സന്തോഷിക്കുന്ന മാർഗം ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സഭ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനടുത്ത് വേറെ സഭ ദൈവം കൊണ്ടുവരുന്നെങ്കിൽ നമ്മൾ സന്തോഷിക്കണം. ഈ സഭ സന്തോഷിക്കണം. കാര്യം നമ്മളെ കൊണ്ട് നേടാത്തവരെ അവര് നേടത്തും. ഈ ദേശത്ത് ഇനിയും ഒരുപാട് പേരുണ്ട് കർത്താവിനെ അറിയാൻ. ഈ പട്ടണത്തിനകത്ത് ഒരുപാട് പേരുണ്ട് ദൈവത്തെ അറിയാൻ. അപ്പൊ എന്നെ കൊണ്ടോ എന്റെ സഭയ്ക്കോ കഴിയാത്തത് അവരെ കൊണ്ട് ദൈവം ചെയ്യിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് യോഹന്നാനോട് പറഞ്ഞു, യേശു കൊണ്ട് അവിടെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നെല്ലാം പറയുമ്പോൾ യോഹന്നാൻ പറഞ്ഞെന്തുവാ? ഞാനോ കുറയണം, അവനോ വളരണം. കാര്യം ആരെയാ? ഞാൻ വന്നിരിക്കുന്നത് കർത്താവ് യേശുവിനെ ഉയർത്താനാ, ദൈവനാമം ഉയർത്താനാ, ദൈവരാജ്യം ഉയർത്താനാ, വിശുദ്ധിക്ക് വേണ്ടി ദൈവത്തിന്റെ നാമത്തെ ഉയർത്താനാ ദൈവം എന്നെ വിളിച്ചത്. അപ്പൊ വേറെ അത് ചെയ്യുന്നെങ്കിൽ അവന് കയ്യിലോട് എന്തുവാ? കയറി വരണം. കാര്യം എന്നെ കൊണ്ട് കഴിയാത്ത കഴിവ് ചിലപ്പോൾ അവന് കാണും, അവനെ നീ ഉപയോഗിക്കട്ടെ. അതാണ് ഒരു സഭ മറ്റൊരു സഭ എന്ത് ചെയ്യേണ്ടത്? കരുതേണ്ടത്, സ്നേഹിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മള് തിരുപ്പാസിന്റെ എപ്പോഴത്തിരുന്നാലും തിരുപ്പാസിന് ആവശ്യമില്ലാതെ ഒരാൾ കാര്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ആ സഭയെ കുറ്റം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. പുള്ളി വചനത്തിന് വിലീതമായി എന്തെങ്കിലും ചെയ്യണം, ഞാൻ തെറ്റാന്ന് പറയും. ഞാൻ തെറ്റാന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഇല്ലയോ? അത് തെറ്റാ പുള്ളി ചെയ്യുന്നതെന്ന് പറയും. പക്ഷേ വചനപ്രകാരമാ പുള്ളി ചെയ്യുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല, തെറ്റെന്ന് പറയത്തില്ല. പുള്ളിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. പുള്ളിയെ ദൈവം അനുഗ്രഹിക്കട്ടെ പറയുന്നു, ജോലിയെ മാനിക്കുന്നേ പറയത്തുള്ളൂ. അല്ലാതെ പുള്ളിയുടെ അവിടെ ആള് കൂടുന്നു, പുള്ളി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അത് കണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല. കുശുംബിക്കാനോ അസൂയപ്പെടാനോ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് അത്യാഗ്രഹത്തിലോ പോലെ നമുക്കുള്ള ദൈവജനം ദൈവം നമുക്ക് തരും. നമുക്ക് തന്ന സഭയില്ലയോ, നമുക്ക് തന്ന ദൈവമക്കളല്ലയോ? നിങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ദൈവമാണ്. അപ്പൊ ദൈവം കൂട്ടിച്ചേർത്തത് ദൈവം നല്ല നിർത്തിക്കൊള്ളു. അതിനെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒളിക്കാൻ പറ്റില്ല. അത് ദൈവീയ കാഴ്ചപ്പാടുള്ളവരാ ചിന്തിക്കുന്നത്, മാനുഷിക കാഴ്ചപ്പാടുള്ളവരാ ഇതിനെതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ തകർന്നു പോത്തേയുള്ളൂ, അവന്റെ സന്തതി എന്ത് ചെയ്യത്തില്ല, നശിച്ചു പോത്തേയുള്ളൂ. അവരെ അനുഗ്രഹം പ്രാപിക്കുന്നത്, അവരാരെ ദ്രോഹിക്കുന്നത്? ദൈവനാമം. അപ്പൊ എലീശയുടെ കൂടെ ഏലിയാവിന്റെ ശിഷ്യന്മാർ ബഥേലിലേക്ക് വന്നപ്പോൾ അവിടെ ഏലിയാവിന്റെ ശിഷ്യന്മാർ പറയുക, എലീശ ഇന്ന് നിന്റെ യജമാനാണ്. എലീശയ്ക്ക് ഇതെല്ലാം അറിയാം, ആരെ എടുക്കുന്നത്.
സ്തോത്രം. എലീശ എന്തിനു വേണ്ടി ഏലിയാവിനോട് കൂടിയേക്കുന്നത്? എന്തിനു വേണ്ടി കൂടിയേക്കുന്നത്? ഏലിയാവിൽ പകർന്നത് എന്റെ മേൽ പകരം, ഞാൻ പിൻഗാമിയാണ്. അപ്പൊ ഏലിയാവ് ചെയ്തതിലും ഇരട്ടി എന്റെ മേൽ എന്ത് ചെയ്യണം എന്ന് പകരം എന്ന് പറഞ്ഞാൽ ദൈവം ഏലിയാവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇരട്ടി ബന്ധം എനിക്ക് ദൈവമായിട്ട് വേണം. ഏലിയാവുമായിട്ടുള്ള ബന്ധം വേണ്ടേ? ആരുമായിട്ട് വേണ്ടേ? ഏലിയാവിന് മേൽ പകർന്നിരിക്കുന്ന ആ അഭിഷേകത്തിന്റെ ഇരട്ടി ആരുമായിട്ട് വേണം? ദൈവം ഞാനുമായിട്ട് വേണം. ആ തീഷ്ണത നോക്കിക്കോണം, ആ കാഴ്ചപ്പാട് നോക്കിക്കോണം. അതിനെന്ത് ചെയ്തില്ല? ഏലിയാവിനെ വിട്ടുകൊടുക്കുന്നില്ല. ഏലിയാവ് ഉടനെ പിന്നെ പറയുമോ? അടുത്തത് പറയും. ഏലിയാവ് പറയുക, എലിശ ഒരു കാര്യം ചെയ്യും, എന്നെ അടുത്ത സ്ഥലത്തോട്ട് അയക്കും, നീ ഇവിടെ കുടിക്കും, ഇവിടെ പ്രവാചകന്മാരെല്ലാം ഉണ്ട്. നമ്മളാദ്യം പറയും, എന്നാ ശരി ഇവിടെ കൂടിയേക്കാം, ഇവിടെ ആകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം. പക്ഷേ എലിശ എന്ത് ചെയ്തില്ല? കൂടി. എലിശ പറഞ്ഞു, അങ്ങ് എവിടെ പോയാലും എന്റെ യഹോവയായ ദൈവത്തിന് നമുക്ക് സത്യം പറഞ്ഞിട്ട് പറയുന്നത്, ഞാൻ അങ്ങ് എവിടെ പോകുന്നു അവിടെ എന്നെ കൊണ്ടുപോയ. അടുത്തത് എലിശ പറയുന്ന വാക്ക് കേട്ടോടെ, യഹോവയാണ് എന്റെ ജീവനാണ്, എന്റെ ജീവനാണ്, എന്റെ ജീവന യഹോവയായ ദൈവം. ആ ദൈവനാമത്തിൽ സത്യം എന്ന് പറയുക, അന്ന് പോകുന്നിടത്തല്ല ഞാൻ എന്നെ വിടാൻ പറ്റും. എലിയാവ് ഒരുപാട് വട്ടം ചെയ്യാൻ നോക്കി, തരഞ്ഞു നിർത്താൻ നോക്കി, എന്നിട്ടും ആരും പോകുന്നില്ല. ഇതാണ് ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ദൂത് നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന ദൂതെന്ന് പറഞ്ഞ ഇതാ. എന്തുവാ? കഷ്ടം വരും, കർത്താവിനെ അറിയുമ്പോൾ കഷ്ടം വരും, പ്രയാസം വരും, രോഗം വരും, ക്ഷീണം വരും, പ്രതികൂലം വരും. അവർ ഒന്നും എന്ത് ചെയ്യല്ലേ? കർത്താവിനെ തള്ളി പറയാതെ പിടിച്ചു നിൽക്കുന്നവരെ ആർക്ക് വേണ്ടത്? ഈ രോഗം വന്ന് നിന്നെ അങ്ങ് തകർത്തു കളഞ്ഞോ കർത്താവ്? ഇല്ല. രോഗം വന്നു, രോഗത്തിന് അടുത്ത ജയം നൽകി ആര് കൊണ്ടുവന്നു? കർത്താവ് കൊണ്ടുവന്നു. ഇല്ലയോ? ചിന്താമണി ആന്റിയോട് ഡോക്ടർ പറഞ്ഞു, സ്തോത്രം, ചിന്താമണി ആന്റി ഇടയ്ക്കെല്ലാം ഈ എക്സ്പ്രസിന് പോകുന്ന പോലെ ഹോസ്പിറ്റലിൽ പോകും. സ്തോത്രം, എക്സ്പ്രസിൽ പോകുമ്പോൾ ഡോക്ടറെ കാണുന്നു. നമ്മൾ വീഗലാൻഡിലെല്ലാം പോകുന്ന പോലെ ചിന്താമണിക്ക് ആന്റിക്ക് ചില സമയത്ത് എനിക്ക് ഇങ്ങനെ വീട്ടിൽ കൂട്ടിയിരിക്കാൻ പറ്റില്ല. എനിക്ക് ചില സമയത്ത് കറങ്ങാൻ പോകും. എന്റെ സ്വഭാവം ഞാൻ പറയുന്നു. ഞാൻ എപ്പോഴും ചെയ്യും, ഒരു കൊല്ലത്തെ ബീച്ചിലെല്ലാം വരും, ഇച്ചിരി നേരം ഒന്ന് കറങ്ങും, അഡ്വഞ്ചർ പോകും. അതല്ലെങ്കിൽ ഈ സ്തോത്രം തിരുവനന്തപുരത്ത് പോയി ലുല്ലൂരിനകത്തൊന്ന് കയറും. ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരും. അപ്പോഴെനിക്ക് ആശ്വാസം, കയ്യിലെ പൈസ തരും, എനിക്ക് ആശ്വാസം, എനിക്ക് സന്തോഷം. സ്വന്തം രണ്ട് കാര്യത്തിനകത്ത് ഓക്കെ. ഇനി അടങ്ങി വീട്ടിൽ കുത്തിയിരിക്കാം. വിശ്വാസം ഉള്ള കഞ്ഞിയും കുടിച്ച് ദൈവത്തെ വിളിക്കാം. അല്ല, ഇതിരിക്കുന്നതനുസരിച്ച് ഇത് തീരാതെ കഞ്ഞി കുടിക്കരുത്. ഇത് തീരാൻ അപ്പോൾ അന്നൊന്നുള്ളതില്ല ഞാൻ സന്തോഷിക്കുന്നത് ദൈവം തരുന്നതാണ്. അതുപോലെ ചിന്താമണി എനിക്ക് ഇടയ്ക്ക് ഡോക്ടറെ കാണും. പക്ഷെ അത് നല്ലതാണ്, മറ്റൊരു വിശ്വാസിക്ക് ഉറപ്പ് വരുന്നതാണ്. അല്ലയോ? ആദ്യത്തെ ചെക്കപ്പ് ഡോക്ടർ പറഞ്ഞു കിഡ്നിയെ ബാധിച്ചു, അടുത്ത ചെക്കപ്പിൽ ഒന്നുമില്ല. ഇല്ലയോ? സ്വന്തം ശരീരത്തിൽ വേദന കൊണ്ടുവന്നു, നീര് കൊണ്ടുവന്നു. ഇതെല്ലാം നമ്മൾ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഉറച്ചു നിൽക്കുമ്പോൾ ആ ഉറച്ചു നിൽക്കുന്ന ക്രിസ്തീയ ജീവിതത്തെ തകർക്കാൻ കൊണ്ടുവരുന്ന ശക്തമായ കിഡ്നിയെ ബാധിച്ച വ്യക്തിയുടെ മേലുള്ള സൈഡ് എഫക്ട് എല്ലാം നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവും. അതെപ്പോഴാ കഴിഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേ ശക്തമായ പ്രാർത്ഥന കഴിഞ്ഞു, പ്രാർത്ഥിച്ച് വെള്ളമെല്ലാം കുടിച്ച് ദൈവത്താൽ ബലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അപ്പോഴും വല്ല സൗഖ്യമായി. അടുത്ത ടെസ്റ്റിൽ വേറെ റിസൾട്ട്. അപ്പൊ ദൈവത്തിന് കൂട്ടാനും കുറയ്ക്കാനും തടയാനും ബലപ്പെടുത്താനും ശക്തിപ്പെടുത്തുവാനും ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഇതൊരു സന്തോഷമാണ്. നേരെ മറ്റൊരു സാക്ഷിയെ ഉളവാക്കാൻ, അതുപോലെ നമ്മളെ ബലപ്പെടുത്താൻ. എനിക്കിപ്പോ നാളെ എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പറയുക ഇന്നതെന്ന് പറയുമ്പോഴും എനിക്ക് പറയാൻ പറ്റും, കർത്താവെ കഴിഞ്ഞ നാളെ എന്റെ ദൈവന്റെ കൂടെ നിന്ന് ഇതിനകത്ത് തന്നെ വിളിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡോക്ടറെ കൊണ്ട് കാണിക്കാതിരിക്കല്ലേ, എങ്കിലേ നമുക്ക് ആരെ മനസ്സിലാക്കുന്നുള്ളൂ? ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ അടിപ്പിടരായ കരം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഇത്രമാത്രം എന്നെ കരുതുന്നുണ്ട്, ഇത്രമാത്രം എന്നെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്ക് അതിലും വലിയ ക്രിസ്തു തോന്നി. കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ഓപ്പൺ ആയിട്ടൊരു മീറ്റിംഗ് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ ആന്റി പറഞ്ഞ ഈ ആഴ്ച വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ആന്റി പറഞ്ഞ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച എനിക്ക് പറയാൻ പറ്റാത്ത സാക്ഷ്യം എനിക്ക് വീർത്തുമുട്ടിക്കൊണ്ടിരുന്ന ഈ ആഴ്ച പറഞ്ഞപ്പോഴാണ് സമാധാനം. യെസ്, ദൈവമക്കൾക്ക് ദൈവം ചെയ്യുന്ന സാക്ഷ്യം, ദൈവം ചെയ്യുന്ന വിടുതൽ ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് വീർപ്പുമുട്ടണം.
കാര്യം എന്തുവാ? നമ്മൾ ദൈവത്തോട് എന്തോ തെറ്റ് ചെയ്യുന്ന പോലെ ദൈവം ചെയ്തിട്ടും പറയാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ എനിക്ക് എന്നൊന്ന് പറഞ്ഞാലേ ആശ്വാസമുള്ളൂ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത്. അത് സഭയോട് പറയുമ്പോഴും സഭയിലെ ദൈവമക്കളെല്ലാം അത് ഏറ്റെടുത്ത് സ്തോത്രം പറയുക. അതെല്ലാം ആർക്ക് അനുഗ്രഹമാണ്? നമുക്ക് അനുഗ്രഹം, കുടുംബത്തിന് അനുഗ്രഹം. അതാ സഭയുടെ ആരാധന ഒന്നിപ്പിക്കാതെ ഇരിക്കാൻ നോക്കുന്ന പിശാച്. ഞാൻ നമ്മുടെ പറയുന്നത് ഓരോ ഞായറാഴ്ച നമ്മളെ മുടക്കാൻ പിശാച് നോക്കുന്നതാ. കാര്യം ഒന്നിപ്പിക്കുന്നവർ ഇഷ്ടമല്ല. ഒന്നിച്ചു കഴിഞ്ഞാൽ പലരും നടക്കുന്നതാണ്. നമ്മളെ അറിയത്തില്ല, അയ്യോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് അല്ലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നമ്മുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന വിഷയമൊന്നും ആർക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. സ്വന്തം ഒന്ന് പറഞ്ഞില്ലയോ രോഗമാ, നാളെ പോയ തീരുമാനമെടുത്ത് ഞാൻ പോകുന്നു പറഞ്ഞ പിന്നെ പോകും. ആരെ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത്? കർത്താവ് അയക്കാന്ന് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നന്മ തരാന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനെ തടയാൻ ഒരു പിശാചും എന്തില്ല. നമ്മൾ തീരുമാനം എടുക്കണം, ഉറയ്ക്കണം. ബലപ്പെട്ടാൽ മാത്രമേ ആർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. സ്തോത്രം. അത് നല്ലതാ, നന്മയ്ക്കാ. കാരണം അനുഗ്രഹത്തിനാ. സ്തോത്രം. അത് നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെട്ടാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ. നമ്മൾ അതിനകത്ത് തോറ്റുപോയ പോയി. സ്തോത്രം. ഒരു സാക്ഷ്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർക്കുക. ഞാൻ ആദ്യം ദുബായി പോകുന്ന സമയത്ത് സ്തോത്രം എനിക്ക് പോവാൻ എല്ലാം ഓക്കെ ആയി, എല്ലാം റെഡി ആയപ്പോ അന്ന് രാത്രി എനിക്ക് പനിയായി. ഫ്ലൈറ്റിൽ കയറേണ്ട സമയമാണ്, ചില മണിക്കൂറുകളിൽ പോകണ്ടേ. പനി കൂടി. സ്തോത്രം. ഞാൻ കമ്പിളിയെല്ലാം പൊതിച്ചു എയർപോർട്ടിനകത്ത് നിൽക്കുന്നു. എയർപോർട്ട് ആയപ്പോൾ എനിക്ക് ചെറിയ വിടുതൽ കിട്ടി. എയർപോർട്ട് ആയി കഴിഞ്ഞിട്ട് ടിക്കറ്റും എല്ലാം ചെയ്ത് ബോഡി പാസ് എല്ലാം എടുത്ത് അകത്ത് ചെന്നപ്പോൾ പിന്നെയും പനിയായി. പിന്നെ ഞാൻ കമ്പിളി പൊതിച്ചെല്ലാം അതിനകത്തിരിക്കുന്നു. ഫ്ലൈറ്റിനകത്ത് കയറിയപ്പോൾ കമ്പിളി പൊതിച്ചു. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ദുബൈയിൽ ഇറങ്ങിയപ്പോഴേ കമ്പിളി എല്ലാവരും ദൂരെ കളഞ്ഞു. സ്തോത്രം. വളരെ ധൈര്യമായിട്ട് പോവാ. കമ്പിളി ഇറങ്ങി. ഞാൻ ഓർത്തപ്പോൾ അന്ന് വൈകിട്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോ അന്ന് വൈകിട്ട് മീറ്റിംഗ് വെച്ചേക്കുവാ. പ്രൈസോ. അന്ന് എന്നെ വിളിക്കാൻ വന്ന ആള് പറയുക, ഞാനിപ്പോ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഫ്ലൈറ്റിൽ നിന്ന് ആലോചിക്കുന്ന കാര്യമാണ്. സ്തോത്രം. ഫ്ലൈറ്റ് ഇറങ്ങി സ്തോത്രം പുറത്തിറങ്ങിയപ്പോഴും എന്റെ പനിയും മാറിയിട്ട് ഉള്ളിലൂടെ എനിക്ക് എപ്പോഴും മീറ്റിംഗ്. സ്തോത്രം. നമ്മൾ അവിടെ തോറ്റുപോയാൽ പോയി. സ്തോത്രം. ഞാൻ എന്നിട്ടും എയർപോർട്ടിനകത്ത് ബോഡി പാസ് ചെയ്തിട്ട് ഞാൻ സുന്ദര വിളിച്ചു വന്ന് ഞാൻ ഇറങ്ങി വരുവാ. ഞാൻ പോവാ, എനിക്ക് വേണ്ട, പോകുന്നില്ല, എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇത്രയും രോഗം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഇങ്ങനൊരു ക്ഷീണം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോഴും പറയും ദൈവത്തിന്റെ വാസ്തവത്തെ പിടിച്ചിരിക്കണം, നമുക്ക് മുറുകെ പിടിക്കണം. പോയി. അതൊരു അനുഗ്രഹമാണ്. ഇല്ലയോ? ദൈവം അനുഗ്രഹമായിട്ട് കൊണ്ടുവരും. അങ്ങനെ നമ്മളെ സഭയ്ക്കകത്ത് സൗശിഷ്ടമെല്ലാം നമ്മൾ ആ ഒറ്റ പോക്കില്ല, നല്ലൊരു സൗശിഷ്ടമെല്ലാം നമ്മൾ അത് പോയി മേടിക്കാൻ ദൈവം ഒരിക്കലും പറ്റിയത്. അല്ലെങ്കിൽ ഇതില്ല, അതൊരിക്കാൻ അത് കിട്ടത്തില്ല. ദൈവം എന്തെങ്കിലും നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ പ്രതികൂലം വന്നെങ്കിൽ പതറിപ്പോലെ പ്രാർത്ഥിച്ചോണം, പ്രാപിച്ചോണം. ഇന്ന് ദൈവമക്കളായിട്ടുള്ള പ്രവാചകന്മാര് കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ട് എലിയ പറയും, നീ ഇവിടെ നിന്നോ. ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഇവിടെ ഇന്ന പ്രാപിക്കത്തില്ല. ആരോടെ വന്നാലേ പ്രാപിക്കൂ? ഏലിയാവിനോടൊപ്പം വന്നേ പ്രാപിക്കും. അടുത്ത വാക്യം ഇവിടെ വായിക്കാം. കണ്ടോ? യോർദാന്റെ അടുത്ത് വന്നിട്ടും ഏലിയാവ് പല പ്രാവശ്യമായിട്ട് എലീശയെ പിടിച്ചു നിർത്താൻ നോക്കി. ദൈവദാസന്മാരോടൊപ്പം അല്ലെങ്കിൽ പ്രവാചകന്മാരോടൊപ്പം നിർത്താൻ നോക്കി. പക്ഷെ അവിടെ ഒന്നും ആരും നിന്നില്ല. എലീശ നിന്നില്ല. ഈ പ്രവാചകന്മാരൊന്നും അതേപോലെ ഏലിയാവിന്റെ പുറകെ നിന്നില്ല. അവരവരുടെ ശുശ്രൂഷയിൽ ഒതുങ്ങിക്കൂടിയേക്കുക. പക്ഷേ എലീശ പറയുക, എവിടെ പോയാലും ഞാൻ വരും, ഞാൻ അങ്ങയുടെ ജീവനാണ്. പുറപ്പെട്ടു. ആരുടെ പിന്നാലെ? ഏലിയാവിന്റെ പിന്നാലെ. പിന്നെയും അത്ഭുതം കാണുക. ഏലിയാവ് ചെന്നപ്പോൾ യോർദാൻ നിറഞ്ഞു കിടക്കുക. ആ നിറഞ്ഞു കിടക്കുന്ന അകത്ത് ഏലിയാവ് എന്ത് ചെയ്യുക? പുറപ്പെട്ടു. ഒറ്റയടി അടിച്ചപ്പോഴേ യോർദാൻ രണ്ടായി. അതിന്റെ സെന്ററിൽ കൂടെ എലിശയും ഏലിയാവ് എന്ത് ചെയ്യുക? നടന്നപ്പുറത്തേക്ക്. ഏലിയാവിന് മനസ്സിലായി, ഇവൻ എന്നെ വിട്ടു. ഇവനെ വിളിച്ചിരിക്കുന്ന വിളിക്ക് ഇവൻ യോഗ്യൻ. ഇവനെ തെരഞ്ഞെടുത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഇവൻ യോഗ്യൻ. സ്തോത്രം. ദൈവമക്കളെ, അതേപോലെ നമ്മുടെ ദൈവമക്കളെ കർത്താവിന് മനസ്സിലാവണം. നമ്മളെ വിളിച്ചത് വെറുതെ അല്ല, തെരഞ്ഞെടുത്തിരിക്കുന്നത് വെറുതെ അല്ല. ഞാൻ അവനെ വിളിച്ചതും തെരഞ്ഞെടുത്തതിനും അവൻ യോഗ്യനാണ് എന്ന് ആര് മനസ്സിലാക്കണം?
കർത്താവ് നമ്മളെ കുറിച്ച് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പോടെ ജീവിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. നമ്മൾ എപ്പോഴും കർത്താവിന്റെ ന്യായപ്രമാണത്തെ മുറുകെ പിടിച്ചോണം, കർത്താവിനെ മുറുകെ പിടിച്ചോണം, കർത്താവിന്റെ വചനപ്രകാരം നമ്മൾ മാറാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ മേൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത്ഭുതം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അടുത്ത വാക്യം വായിക്കാം. സ്തോത്രം. ഇതുവരെ ഈ ഒരു വാക്കിന് വേണ്ടിയാ ആര് നടന്നത്? ഏലിയാവ് ഇതൊന്നും ആദ്യം തൊട്ടേ പറഞ്ഞില്ല. ഏലിയാവ് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ അപ്പുറത്തോട്ട് പോയി, എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് പോയാൽ ദൈവം എനിക്ക് തന്ന അള്ളപ്പാടുപെട്ട് പോയാൽ ഇത് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ സ്തോത്രം, ഏലിയാവ് എലിശയോട് ചോദിക്കുക, ഞാനിപ്പോൾ എഴുതാം, നിനക്ക് അതിന് മുമ്പ് ഞാൻ എന്തോ ചെയ്യുന്നു? ഇതേപോലെ കർത്താവിന്റെ സന്നിധി നമ്മൾ ഉറപ്പോട് നിൽക്കുവാൻ കർത്താവ് നമ്മളോട് ചോദിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? കർത്താവിന് അങ്ങനെ ചോദിക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് കർത്താവ് എന്താ ആഗ്രഹിക്കുന്നു? കർത്താവ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ജീവിതം നമ്മളിൽ നിന്ന് ആരാഗ്രഹിക്കുന്നു? കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ജീവിതം നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായി ആര് ചോദിക്കും? നമ്മൾ പ്രാർത്ഥനയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം സാർത്ഥതയ്ക്ക് വേണ്ടി, അല്ലയോ? നമ്മുടെ ആവശ്യത്തിന് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരമാണോ ഞാൻ പോയിരുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരമാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും അതിനകത്ത് കുറവുകൾ വരുത്തിയിട്ടുണ്ടോ? വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ? കർത്താവെ എന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പ. പ്രവചനം അനുഭവിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ പ്രവചനം എന്റെ ജീവിതത്തിൽ വരാതെ എനിക്ക് തടസ്സമായി എന്തെങ്കിലും എന്റെ ജീവിതത്തിനകത്ത് ദൈവം ഞാനുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഉണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോടൊന്ന് ക്ഷമിക്കണേ അപ്പ. ആ പ്രവചനം എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവണേ, ആ ദൂതന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവണേ. അതിനകത്ത് ഒരു ശബ്ദം നിർത്തിവെക്കാൻ അനുവദിക്കരുത്. ദൈവം ആ വലിയ വാർത്തയിലേക്ക് എന്നെ എന്റെ കുടുംബത്തെ കൊണ്ടുവരണമേ എന്ന് നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് ഏലിയാവ് എലിശയോട് ചോദിച്ചുകൊണ്ട് ചോദിക്കും, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഞാൻ ഏൽക്കപ്പെടാൻ പോവുക, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഈ കർത്താവ് ദൈവജനത്തോട് ചോദിക്കുക, ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? നിന്റെ ഭാവി ജോലിക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? നിന്റെ ഭവനത്തിന് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? നിന്റെ തലമുറയ്ക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? ഇന്ന് അപ്രകാരം ചോദിക്കുന്ന ഒരു കർത്താവായി യേശു ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. നീ വിശ്വസിക്കുന്നെങ്കിൽ ആ ചോദ്യം നിനക്ക് കേൾക്കാൻ പറ്റൂ. ആ ചോദ്യത്തിന്റെ പറ്റിൽ നിന്റെ എല്ലാ ചോദ്യത്തിനും ഒരു മറുപടി തരുന്ന കർത്താവുണ്ട്. അത്ഭുതം ചെയ്യുന്ന കർത്താവുണ്ട്. ആ കർത്താവിനെ വിശ്വസിക്കുന്നെങ്കിൽ ആ വാഗ്ദത്തം എന്ന് പറയുന്നത് ഇതുപോലെ യേശുവിന് ചോദിക്കും, ഏലിയാവിന് ഇത്രയും ഇഷ്ടം തോന്നിയിട്ടുള്ള ഇത്രയും സ്ഥലങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടും ഏലിയാവിന്റെ പ്രവചന ശിഷ്യന്മാരിൽ ഒറ്റ ഒരുത്തരും ഇതേപോലെ വന്നിട്ടില്ല. അവരെല്ലാം അവിടെ നിൽക്കുക, അവിടെ ഇവിടുത്തെ നന്മയും കൊണ്ട് അവിടെ നിൽക്കുക. ഇവൻ മാത്രമേ ഉള്ളൂ എവിടെ നിൽക്കാൻ പറയാൻ നിൽക്കുന്നില്ല. ഇവൻ പറയുക, അങ്ങയുടെ ജീവൻ എന്റെ വിടല് ഞാൻ കൂടെ വരും, എന്റെ ജീവനാണ്, അങ്ങയുടെ യഹോവ ദൈവമാണ്, ആ ജീവനാണ് ഞാൻ പറയുക, എനിക്ക് അങ്ങയുടെ കൂടെ വരാം. ലാസ്റ്റ് ഏലിയാവ് എടുക്കപ്പെടാൻ പോവാന്ന് ഏലിയാവിനെ തന്നെ അറിയും. ആ സമയത്ത് യോർദാൻ കരയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഏലിയാവ് ചോദിക്കുമോ, എനിക്ക് ഞാൻ എന്താണ് ചെയ്തത്? അടുത്തത് കണ്ടോ? ചോദ്യമെല്ലാം ഒതുക്കി വെച്ചല്ലോ. എപ്പോഴാണ് ഇത് ചോദിക്കുന്നത്? തിരിച്ചു ചോദിക്കാൻ അങ്ങോട്ട് കയറി ചോദിക്കുന്നില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റേ അങ്ങോട്ട് ചോദിച്ചാൽ അത്രയും ദൂരം വരാൻ എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെ അനുസരിച്ചിട്ട് പോകാം. ഇത്രയും ദൂരമൊന്നും ഞാനില്ല. യോർദാൻ കരയോട് ഒരുപാട് കരയെല്ലാം കടന്നു വന്നു, ഇനി യോർദാനോട് കടന്നൊന്നും വരാനൊന്നും താല്പര്യമില്ല, നീ തരാൻ പറഞ്ഞു. അതല്ല, ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി ആര് കാത്തിരുന്നു? പറയാം, അത് ചോദിച്ചോണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴേ പറയുമ്പോ ഇരട്ടി പങ്ക് അങ്ങയുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ. നമ്മളാണെങ്കിൽ പറയാം അത്യാഗ്രഹം വന്നത്. എലിയോ പറഞ്ഞില്ല, കാര്യം എന്തുവാ? എലിയോന് പ്രയാസമായ കാര്യം, അത് കിട്ടുന്ന കാര്യം പ്രയാസമായി, ചില പ്രയാസമുള്ള കാര്യം. എങ്കിലും ഇവരുടെ തീക്ഷ്ണത കണ്ട്
ഇവന്റെ വിളിയും തെരഞ്ഞെടുപ്പും അവിടെ നിവൃത്തിയാവുന്നേ. അല്ലെങ്കിൽ ഇവൻ പറയാം, ഏരിയാവെ അങ്ങ് വിളിച്ചപ്പോ പറഞ്ഞല്ലോ ഇരട്ടി പങ്കിനാ എന്നെ, അല്ലെങ്കിൽ എന്നെ പിൻഗാമിയായിട്ടാണ് വിളിച്ചേ, നീ തന്നൂടായെന്ന് ചോദിക്കാം. ഏരിയാവ് പറഞ്ഞു അത് കിട്ടാൻ ചില പ്രയാസം. അടുത്ത വാക്യം, സ്തോത്രം, ഞാൻ നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നത്, സ്വർഗത്തിലെ ദൈവത്താൽ എടുക്കപ്പെടുന്നത് നീ കാണുന്നുവെങ്കിൽ നിനക്ക് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇന്ന് ഉറക്കവും ഊണും എല്ലാം വിട്ട് നിന്നോണം. എപ്പോഴാണ് കർത്താവ് വന്ന് ഏരിയാവെ എടുക്കുന്നതെന്ന് പറയാൻ എടുക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എപ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയാവിന് തയ്യാറായിട്ടിരിക്കുമോ, എപ്പം പോകാൻ തയ്യാറായിട്ടിരിക്കുമോ. പക്ഷെ അത് ആര് കാണണം? കർത്താവ് യേശുവിന്റെ സ്തോത്രം പിടിക്കപ്പെടുന്നതിന് സ്തോത്രം കുറച്ചു മുമ്പേ പോയി മലയുടെ മുകളിൽ പോയി പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു ഒന്നിരുന്ന് പ്രാർത്ഥിക്കും, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഒന്നൊന്നിൽ പ്രാർത്ഥിക്കും. തിരിച്ചു വന്നപ്പോൾ അവരെ ഉണർന്നു. കർത്താവ് പറഞ്ഞു ഒരു നാഴിക പോലും എനിക്ക് വേണ്ടി ഉണർന്നു പ്രാർത്ഥിക്കാൻ പറ്റും. എന്നാലും പരീക്ഷയിൽ അകപ്പെടും. അതുകൊണ്ട് അവർ പരീക്ഷയിൽ അകപ്പെട്ടു. ആ ഉറക്കം ഉറങ്ങിയതാ പരീക്ഷയിൽ അകപ്പെട്ടത്. അല്ലെങ്കിൽ അവർ പതറി പോകത്തില്ല, അവര് കൂടെ നിന്നാണ്. അവർ ഓടി ചെറിപ്പോയി യേശുവിനെ പിടിക്കപ്പെട്ടത്. ഇതുപോലെ ഏരിയാവ് പോകുന്നത് കാണാൻ അതാ പറഞ്ഞ പ്രയാസമാണ്. നീ ഉണർന്നിരിക്കണം, വില കൊടുത്തിരിക്കണം, എപ്പോഴാണ് എടുക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ എലിശ ചെയ്തു ഉണർന്നിരുന്നു. അത് എന്ത് വന്നാലും ഞാൻ ഇത് നേടിയിട്ടേ പോകും. അതേപോലെ ഞാൻ ദൈവസന്നിധി നിൽക്കുമ്പോൾ, ദൈവപൈതലായി തീരുമ്പോൾ ഇന്ന് പകൽ ഓർത്തോളം ഞാൻ എന്ത് വന്നാലും അനുഗ്രഹം പ്രാപിച്ചേ പോകും. കാര്യം എന്തുവാ? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. എന്നെ അനുഗ്രഹിക്കേണ്ട കർത്താവാ. എന്നെ വേറെ ബന്ധക്കാർക്കോ സ്വന്തക്കാർക്കോ നാട്ടുകാർക്കോ ബന്ധങ്ങൾക്കോ ഭവനത്തിനോ എന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുന്നുള്ളൂ. ഞാൻ ദൈവത്തെ മാത്രമേ ഒതുക്കി പിടിക്കൂ. മനുഷ്യൻ ഞാൻ എന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞ മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ പട്ടുപോകും. പക്ഷേ എന്റെ ദൈവം മാറത്തില്ല. എന്റെ ദൈവം എന്റെ കൂടെ കാണും. ആ മുറിയിൽ പിടിച്ച് പ്രാർത്ഥിക്കണമെന്നവേ ആരിറങ്ങി വരും? ദൈവം നിശ്ചയമായി അവരെ ബലപ്പെടുത്തും. ഏലിയാവ് എലീശയോട് പറഞ്ഞു പാടാ, ചില പ്രയാസമാണ്. പക്ഷെ എലീശയ്ക്ക് അത് പ്രയാസമല്ല. എലീശ അത് പ്രാപിച്ചേ പോകുന്ന തീരുമാനം. ഇന്ന് പകൽ സഭയ്ക്കകത്ത് ദൈവജനം വരുമ്പോ ദൈവജനം ഓർത്തോളം ഇന്ന് പകൽ ഞാൻ ദൈവസഭ ഇരിക്കുന്നത് പ്രാപിച്ചതേ പോകുള്ളൂ. ഞാൻ പ്രാപിക്കാൻ വന്നതാ. ആ ഉറപ്പോട് ഇരിക്കുന്നവർ മാത്രമേ ആരെയും പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് പ്രാപിക്കാൻ പറ്റുള്ളൂ. അടുത്ത വാക്യം, ആ ആ ആ സ്തോത്രം. കർത്താവ് എടുക്കപ്പെടുമ്പോൾ ഏലിയാവ് ഒന്നും കൊടുത്തില്ല. കർത്താവ് ഏലിയാവ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് പറഞ്ഞ് എന്നെ എടുക്കപ്പെടുന്ന നീ കാണും. അതിന്റെ പാടാണ്. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഏലിയാവിനെ എടുക്കപ്പെട്ടു. എടുക്കപ്പെട്ടപ്പോ ഏലിയാവ് പോയിക്കൊണ്ടിരിക്കുമ്പോ എലീശ വരുന്നോണ്ട് കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേ മേളിൽ നിർത്തിയിരുന്നു ഒരു പുതപ്പ് വന്ന് ആരുടെ മേളിൽ വീണു. ആ പുതപ്പിന്റെ പവർ ആർക്കറിയാം? എലീശ കണ്ടത് അച്ഛന് മുമ്പേ. എന്തുവാ? യോർദാനെ അച്ഛനും വെള്ളം കണ്ട പുതപ്പിന്റെ പവർ ആര് മനസ്സിലാക്കി? എലീശ മനസ്സിലാക്കി. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കുന്നത് പ്രാർത്ഥിക്കും. ആ ആ സ്തോത്രം. അടുത്തത് ആ സ്തോത്രം. കണ്ടോ? ഏലിയാവിന്റെ പുതപ്പ് കെട്ടി അവൻ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? വെള്ളത്തെ അടച്ചു. ഏലിയാവിന്റെ ദൈവമേ യഹോവേ ദൈവമേ എവിടെയെന്ന് ചോദിച്ചു. വെള്ളം. ഇന്ന് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് ഞാൻ യേശു ക്രിസ്തു എന്റെ ഉള്ളിലാ വസിക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞ ദൈവജനമായി ഇന്ന് സഭയ്ക്കകത്തിരിക്കുന്നത്. പ്രതികൂലം വരുമ്പോ, പ്രയാസം വരുമ്പോൾ അയ്യോ ഇതെന്താ വന്നേന്ന് ഒരിക്കലും ചോദിക്കല്ലേ. നിന്റെ മേൽ അധികാരമുണ്ട്, നിന്റെ മേൽ ശക്തിയുണ്ട്, നിന്റെ മേൽ വ്യാപരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയാ ഇന്ന് പകരം തിരിച്ചറിയുക. എലീശ തിരിച്ചറിഞ്ഞു. ഏലിയാവിനെ പറഞ്ഞിരിക്കുന്ന പുറത്തിനെ ആര് തിരിച്ചറിഞ്ഞു? എലീശ തിരിച്ചറിഞ്ഞു. എലീശ ആ പുറപ്പഴ കഴിച്ചു. ഇന്ന് പകൽ പ്രിയ അഭിഷേകം പ്രാപിച്ച ദൈവമല്ലേ, ദൈവത്തിന്റെ കൃപാവരമുള്ള ദൈവമല്ലേ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുള്ള ദൈവമല്ലേ, ദൈവത്തെ അനുഗ്രഹപ്പെട്ട ദൈവമല്ലേ, ഇന്ന് അഭിഷേകത്തോട് നിങ്ങളെ പകർന്നിരിക്കുന്ന അഭിഷേകത്തോട് ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ പേര് നിന്റെ പ്രതികളുടെ പ്രതികൂലങ്ങളെ പറ. എന്റെ യേശുവിന്റെ നാമത്തിൽ എവിടെ
Hallelujah. 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 പ്രതികൂലത്തെ ജയിക്കുന്ന കർത്താവിനെ നമ്മൾ വിളിക്കുന്നത്. പ്രതികൂലത്തെ ജയിക്കുന്ന കർത്താവിനെ നമ്മൾ വിളിക്കുന്നത്. പ്രതികൂലത്തെ ജയിക്കുന്ന കർത്താവിനെ വിളിക്കുന്നത്. പ്രതികൂലത്തിനോടൊപ്പം അവൻ ജയം നൽകി പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്. പ്രതികൂലത്തിനൊപ്പം ജയം നൽകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. ഇന്ന് പകരം ദൈവത്തെ ഇന്ന് പ്രതികൂലത്തെ ജയിക്കുവാനുള്ള ശക്തി ഇന്ന് നിങ്ങളുടെ പകർന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന്റെ പകർന്നിട്ടുണ്ട്. നിന്റെ സഭയുടെ പകർന്നിട്ടുണ്ട്. അതിനെ ഒരു ശക്തി പ്രതികൂലത്തെ ജയിക്കുന്ന ശക്തി യേശുവിന്റെ ശക്തികൾ ഇന്ന് പകർന്നിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എഴുന്നേൽക്കുക. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഇന്ന് പകൽ നിങ്ങൾ ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ പോവുക. ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടാത്ത, ഇത് ദൈവജനത്തിനകത്ത് വെളിപ്പെടാത്ത, വാഗ്ദത്തങ്ങൾ വെളിപ്പെടാത്ത, പ്രവചനങ്ങൾ നിവർത്തിയാവട്ടെ. ഓരോ കുടുംബത്തോട് ദൈവം പറഞ്ഞിരിക്കുന്ന ആലോചനകൾ നിവർത്തിയാവട്ടെ. എലീശയ്ക്ക് ഏലിയാവിൽ നിന്ന് കിട്ടിയ പുതപ്പിന്റെ അധികാരം മനസ്സിലായപ്പോൾ അത് മുതലുള്ള പ്രതികൂലങ്ങളെ, മുന്നിൽ വരുന്ന എല്ലാ പ്രതികൂലത്തെ ആ പുതപ്പ് കൊണ്ട് ജയിച്ചതുപോലെ ഇന്ന് പ്രിയ ദൈവമക്കളെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്താൽ ഇന്ന് നമ്മുടെ മേലുള്ള എല്ലാ പ്രതികൂലത്തെ ജയിക്കാനുള്ള ദൈവത്തിന്റെ കൃപ ഇന്ന് പകർന്നിട്ടുണ്ട്. ഇന്ന് പ്രിയ ദൈവമക്കൾ വിശ്വസിക്കുക. അത് പൂർണ്ണ ദൈവത്തോട് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ദൂത് ഇന്ന് പകരം വെളിപ്പെടും. അവേ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓരോ കുടുംബത്തിനായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ